ഹരി ഓം ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ശുഭസായാഹ്നം, സുസ്വാഗതം. ഓം ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ജന്മാദ്യസ്യ യതോന്വയാദിതരതശ്ച അർത്ഥേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായാദികവയേ മുഹ്യന്തി യത്സൂരയഃ. തേജോ വാരിമൃതാം യഥാ വിനിമയോ യത്ര ത്രിസർഗോ അമൃഷാ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മഃ പ്രോജ്ജിതകൈതവോऽത്ര പരമോ നിർമ്മത്സരാണാം സദാം വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വരഃ സദ്യോ ഹൃദ്യവരുധ്യതേത്ര കൃതിഭിഃ ശുശ്രൂഷുഭിസ്തൽക്ഷണാത്. നിഗമകൽപതരോർഗളിതം ഫലം സുഖമുഖാദമൃതദ്രവ സംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈവായനോ വിരഹകാതര ആജുഹാവ. പുത്രേതി തന്മയതയാ തരവോഭിനേദുഃ തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകം അധ്യാത്മദീപമതിതിതീർഷതാം തമോന്ദം. സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈഃ സാംഗപദക്രമോപനിഷദൈഃ ഗായന്തി യം സാമഗാഃ. ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃ സുരാസുരഗണാഃ. ദേവായ തസ്മൈ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരകഃ വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഭൂതൈർമഹദ്ഭിർയയിമാ പുരോ വിഭുഃ നിർമായ ശേതേ യദമൂഷു പൂരുഷഃ. ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മകഃ സോലങ്കൃഷീഷ്ട ഭഗവാൻ വജാംസി മേ. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനേ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നമഃ പങ്കജനാഭായ നമഃ പങ്കജമാലിനേ നമഃ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഗ്രയേ.
പീതാംബരം കരവിരാജിതശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ഓം ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഓം നമഃ പരമഋഷിഭ്യോ നമഃ പരമഋഷിഭ്യഃ. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ശുഭസായാഹ്നം, സുസ്വാഗതം. ശ്രീമദ് ഭാഗവത ജ്ഞാനഗംഗയിലേക്ക്, ശ്രീകൃഷ്ണ ലീലാമൃതത്തിലേക്ക് ഏവർക്കും സുസ്വാഗതം, സുസ്വാഗതം. ഭാഗവതം ദശമസ്കന്ധം 47-ാം അധ്യായം 22-ാം ശ്ലോകം മുതൽക്ക് വായിക്കാം. ഉദ്ധവദൂത്, അതിൻ്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഭാഗമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഉദ്ധവൻ ഭഗവാന്റെ സന്ദേശം ഗോപികമാർക്ക് പറഞ്ഞു കൊടുക്കുന്ന ഭാഗം. അത് ഗോപികമാരോട് മാത്രമുള്ള സന്ദേശമല്ല, നമ്മൾക്ക് എല്ലാവർക്കുമുള്ള ഭഗവാന്റെ സന്ദേശമാണ്. സാക്ഷാൽ ബ്രഹ്മവിദ്യ തന്നെയാണ്, ഉപനിഷത്ത് സന്ദേശം തന്നെയാണ്. അതുകൊണ്ട് എല്ലാവരും ആ ശ്രദ്ധയോടെ അതിനെ ഉൾക്കൊള്ളുക. നമുക്ക് വായിക്കാം 22-ാം ശ്ലോകം മുതൽക്ക്. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ ശ്രീമദ്ഭാഗവതേ ദശമസ്കന്ധേ പൂർവാർദ്ധേ സപ്തചത്വാരിംശത്തമോऽധ്യായഃ. ശ്രീശുക ഉവാച. അഥോദ്ധവോ നിശമ്യൈവം കൃഷ്ണദർശനലാലസാഃ സാന്ത്വയൻ പ്രിയസന്ദേശൈഃ ഗോപീഃ ഇദമഭാഷത. ഉദ്ധവ ഉവാച. അഹോ യൂയം സ്മ പൂർണ്ണാർത്ഥാഃ ഭവത്യോ ലോകപൂജിതാഃ വാസുദേവേ ഭഗവതി യാസാം ഇത്യർപ്പിതം മനഃ. ദാനവ്രതതപോഹോമജപസ്വാധ്യായ സംയമൈഃ ശ്രേയോഭിർവിവിധൈശ്ചാന്യൈഃ കൃഷ്ണേ ഭക്തിർഹി സാധ്യതേ. ഭഗവത്യുത്തമശ്ലോകേ ഭവതീഭിരനുത്തമാ ഭക്തിഃ പ്രവർത്തിതാ ദിഷ്ട്യാ മുനീനാമപി ദുർലഭാ. ദിഷ്ട്യാ പുത്രാൻ പതീൻ ദേഹാൻ സ്വജനാൻ ഭവനാനി ച ഹിത്വാ വൃണീത യൂയം യത്കൃഷ്ണാഖ്യം പുരുഷം പരം. സർവാത്മഭാവോധികൃതോ ഭവതീനാമധോക്ഷജേ വിരഹേണ മഹാഭാഗ മഹാന്മേ അനുഗ്രഹകൃതഃ. ശ്രൂയതാം പ്രിയസന്ദേശോ ഭവതീനാം സുഖാവഹഃ യം ആദായാഗതോ ഭദ്രാ അഹം ഭർത്തൂരഹസ്കരഃ. ശ്രീഭഗവാനുവാച. ഭവതീനാം വിയോഗോ മേ നഹി സർവാത്മനാ ക്വചിത് യഥാ ഭൂതാനി ഭൂതേഷു ഖം വായുഅഗ്നിർജലം മഹീ തദാഹം ച മനഃ പ്രാണഭൂതേന്ദ്രിയഗുണാശ്രയഃ ആത്മന്യേവാത്മനാത്മാനം സൃജേഹന്മി അനുപാലയേ. ആത്മമായാനുഭാവേന ഭൂതേന്ദ്രിയഗുണാത്മന ആത്മാജ്ഞാനമയഃ ശുദ്ധോ വ്യതിരിക്തോ അഗുണാന്വയഃ. സുഷുപ്തിസ്വപ്നജാഗ്രദ്ഭിഃ മായാവൃത്തിവിരീയത്തെ. യേനേന്ദ്രിയാർത്താൻ ധ്യായേത മൃഷാ സ്വപ്നവദുത്ഥിതഃ തന്നിരുന്ദ്യാദിന്ദ്രിയാണി വിനിദ്രഃ പ്രത്യപദ്യത. ഏതദന്തഃ സമാമ്നായോ യോഗഃ സാഖ്യം മനീഷിനാം ത്യാഗസ്തബോധമഃ സത്യം സമുദ്രാന്തായിവാപകാഃ. യത്വഹം ഭവതീനാം വൈ ദൂരേ വർത്തേ പ്രിയോ ദൃശാം മനസഃ സന്നികർഷാർത്ഥം മദനുധ്യാനകാമ്യയാ. യഥാ ദൂരചരേ പ്രേഷ്ഠേ മനഃ ആവിശ്യ വർത്തതേ സ്ത്രീണാം ച ന തദാ ഛേദഃ സന്നികൃഷ്ടേക്ഷിഗോചരേ.
മയ്യാവേശ്യ മനഃകൃസ്നം വിമുക്താശേഷവൃത്തിയത് അനുസ്മരന്ത്യോ മാം നിത്യം അചിരാത്മാമുപൈഷ്യത യാ മയാ ക്രീഡതാ രാത്ര്യാം വനേസ്മിൻ വ്രജ ആസ്ഥിതാഃ അലബ്ധരാസാ കല്യാണ്യോ മാപുർമദ്വീര്യ ചിന്തയാം. ശ്രീശുക ഉവാച ഏവം പ്രിയതമാദിഷ്ടമാകർണ്യവ്രജയോഷിതഃ താഊചുരുദ്ധവം പ്രീതാഃ തൽസന്ദേശാഗതസ്മൃതീഃ. ഗോപ്യഊചുഃ ദിഷ്ട്യാ ഹിതോ ഹതക്കംസോ ജഗൂനാം സാനുഗോഘകൃത് ദിഷ്ട്യാപ്തൈർലബ്ധസർവാത്തൈഃ കുശല്യാസ്തയച്യുതോऽധുനാ കച്ചിദ്ഗദാഗ്രജ സൗമ്യ കരോതി പുരയോഷിതാം പ്രീതിം ന സ്നിഗ്ധസവ്രീഡഹാസോദാരേക്ഷണാർച്ചിതഃ കഥം രതിവിശേഷജ്ഞഃ പ്രിയശ്ച വരയോഷിതാം നാനുബധ്യേത തദ്വാക്യൈഃ വിഭ്രമൈശ്ചാനുഭാജിതഃ അപി സ്മരതി നഃ സാധോ ഗോവിന്ദഃ പ്രസ്തുതേ ക്വചിത് ഗോഷ്ഠീമധ്യേ പുരസ്ത്രീണാം ഗ്രാമ്യാ സ്വൈരകദാന്തരേ താ കിം നിശാ സ്മരതി യാസു തദാ പ്രിയാഭിഃ വൃന്ദാവനേ കുമുദകുന്ദ ശശാങ്കരമ്യേ രേമേ ക്വണച്ചരണനൂപുരരാസഗോഷ്ഠ്യാം അസ്മാഭിരീഡിതമനോജ്ഞകതഃ കദാചിത് അപ്യേഷ്യതീഹ ദാശാർഹഃ തപ്താ സ്വകൃതയാ ശുചാ സഞ്ജീവയന്നു നോ ഗാത്രൈഃ യഥേന്ദ്രോ വനമംബുധൈഃ കസ്മാത് കൃഷ്ണ ഇഹായാദി പ്രാപ്തരാജ്യോ ഹതാഹിതഃ നരേന്ദ്രകന്യാ ഉദ്വാഹ്യ പ്രീതഃ സർവസുഹൃദ്വൃതഃ കിമസ്മാഭിർവനൗ ഗോഭിഃ അന്യാഭിർവാ മഹാത്മനഃ ശ്രീപദേരാപ്തകാമസ്യ ക്രിയേതാർത്ഥഃ കൃതാത്മനഃ പരം സൗഖ്യം ഹി നൈരാശ്യം സ്വൈരിണ്യപ്യാഹ പിംഗളാ തജ്ജാനതീനാം നഃ കൃഷ്ണേ തദാപ്യാശാതുരത്യയാം കൗത്സഹേത സന്ത്യക്തും ഉത്തമശ്ലോകസംവിദം അനിച്ഛതോപി യസ്യ ശ്രീഃ അംഗാന്നച്ഛവദേ ക്വചിത് സരിത്ശൈലവനോദേശാഃ ഗാവോ വേണുരവായിമേ സംഘർഷണസഹായേന കൃഷ്ണേനാചരിതാ പ്രഭോ പുനഃ പുനഃ സ്മാരയന്തി നന്ദഗോപസുതം വദ ശ്രീനികേതൈസ്തൽപതകൈഃ വിസ്മർത്തും നൈവ ശക്നുമഃ ഗത്യാ ലളിതയോദാരഹാസലീലാവലോകനൈഃ മാദ്യാ ഗിരാ ഹൃതധിയഃ കഥം തം വിസ്മരാമഹേ. ഹേ നാദ ഹേ രമാനാദ വ്രജനാദ ആർത്തിനാശന മഗ്നമുദ്ധര ഗോവിന്ദ ഗോകുലം വൃജിനാർണവാത്. ഹേ നാദ ഹേ രമാനാദ വ്രജനാദ ആർത്തിനാശന മഗ്നമുദ്ധര ഗോവിന്ദ ഗോകുലം വൃജിനാർണവാത്. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണ. ഹരി ഓം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമസ്കാരം. ശുഭസായാഹ്നം. ഭാഗവത ജ്ഞാനഗംഗയിലേക്ക് സുസ്വാഗതം.
നമ്മൾ ഉദ്ധവദൂതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഗോപികമാരുടെ ആ ഒരു ഭക്തി പാരവശ്യം, അത് അവരുടെ ഒരു വിരഹ താപമായി, അതിൻ്റെ പ്രകടനം പരിഭവമായി, അല്പം നിന്ദയായി ഒക്കെ അവർ പ്രകടിപ്പിച്ചതെല്ലാം നല്ലതുപോലെ ബുദ്ധിമാനായ ഉദ്ധവൻ സശ്രദ്ധം വീക്ഷിച്ച് എല്ലാറ്റിൻ്റെയും കാര്യകാരണങ്ങൾ അറിയാവുന്ന അദ്ദേഹത്തിന് മനസ്സിലായി ഗോപികമാരുടെ ഉള്ളിൽ നിറയെ കൃഷ്ണൻ തന്നെയാണ്, ഭഗവാൻ തന്നെയാണ് നിറഞ്ഞിരിക്കുന്നത്. അവരുടെ ജീവിതം കൃഷ്ണനിൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. വേറെ ലോകവിഷയങ്ങളൊന്നും അവർക്ക് യാതൊരു താല്പര്യവും ഇല്ലാതായിരിക്കുന്നു. ഇതല്ലേ മനുഷ്യജന്മം കൊണ്ട് സാധിക്കേണ്ടത്, ഇതല്ലേ നിങ്ങൾ സാധിച്ചിരിക്കുന്നത് എന്നവരെ പ്രശംസിച്ചുകൊണ്ട് ആരംഭിച്ചു. ഭഗവാനെ തന്നെ ചിന്തിച്ച് ഭഗവത് ആ വിരഹം കൊണ്ട് നിങ്ങൾക്ക് ആ ഭഗവാനിൽ സർവാത്മഭാവം ഉറച്ചിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ പ്രകടിപ്പിച്ച നിങ്ങളുടെ വിരഹഭാവം എല്ലാം എനിക്ക് വളരെ അനുഗ്രഹമായിരിക്കുന്നു. നിങ്ങളെ ദർശിച്ച ഞാൻ ധന്യവാനാകുന്നു എന്നർത്ഥം. അത് കഴിഞ്ഞ് നിങ്ങളുടെ പ്രിയനായ ഭഗവാന്റെ സന്ദേശം നിങ്ങൾക്ക് സുഖത്തെ ഉണ്ടാക്കുന്നത് ആ ഭഗവാൻ രഹസ്കരനായ എൻ്റെ അടുത്ത് തന്നുവിട്ടത് നിങ്ങൾക്കുള്ള പ്രത്യേക സന്ദേശമാണ്, അത് കേൾക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീ ഭഗവാനുവാച എന്ന് പറഞ്ഞ് ഭഗവാന്റെ വാക്കുകളെ പറഞ്ഞു. സർവാത്മാവായ എനിക്ക് നിങ്ങളുമായിട്ട് ഒരിക്കലും വിയോഗം ഇല്ല. എങ്ങനെയാണോ പഞ്ചമഹാഭൂതങ്ങളാൽ നിർമ്മിതങ്ങളായ പ്രാപഞ്ചിക വസ്തുക്കൾ ഒന്നിനും തന്നെ പഞ്ചഭൂതങ്ങളിൽ നിന്ന് വേറിട്ടിരിക്കാൻ കഴിയില്ലയോ, അതുപോലെ നിങ്ങൾ ഓരോരുത്തരുടെയും മനസ്സ്, പ്രാണൻ, ഭൂതങ്ങൾ, ഇന്ദ്രിയങ്ങൾ, നിങ്ങൾ അനുഭവിക്കുന്ന വിഷയങ്ങൾ എല്ലാറ്റിനും ആശ്രയം ഞാൻ തന്നെയാണ്. എല്ലാം ഞാൻ തന്നെയാണ്. അങ്ങനെ ഇരിക്കെ നിങ്ങൾക്ക് എന്നിൽ നിന്ന് അകന്നിരിക്കാൻ സാധിക്കുമോ? ഞാൻ നിങ്ങളിൽ നിന്ന് അകന്നിട്ടുണ്ടോ? അതുകൊണ്ട് നിങ്ങൾ ആ പരമാർത്ഥത്തെക്കുറിച്ച് ബോധവതികളാവൂ. നിങ്ങൾ ഈ സ്ഥൂല ശരീരങ്ങളുടെ അടിസ്ഥാനത്തിൽ വ്യവഹരിക്കുന്നതായിട്ടുള്ള ഭാവം വിടൂ. സത്യത്തെക്കുറിച്ച് അന്വേഷിക്കുന്നവരാകൂ, ചിന്തിക്കുന്നവരാകൂ, സത്യം അറിഞ്ഞ് വ്യവഹരിക്കുന്നവരാകൂ. അല്ലേ? നമ്മളും ഒക്കെ ഇത് തന്നെയാണ്. നമ്മുടെയൊക്കെ വ്യവഹാരം ഇപ്പോൾ ഏതടിസ്ഥാനത്തിലാണ്? സ്ഥൂല ദൃഷ്ടിയിലാണ്. നമ്മൾ പുറത്തുള്ള വിഷയങ്ങളെയാണ് നമ്മൾ സ്ഥൂല ദൃഷ്ടി കൊണ്ട് കാണുന്നതും അനുഭവിക്കുന്നതും. ബഹിർമുഖരാണ് നമ്മൾ. എല്ലാ ഇന്ദ്രിയങ്ങളും പുറത്തേക്ക് പിടിപ്പിച്ചു വച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അതിലാണ് നമ്മുടെ മനസ്സ് ഉറച്ചിരിക്കുന്നത്. അതിലാണ് സത്യത്വ ബുദ്ധി. അതനുസരിച്ചാണ് നമ്മുടെ വ്യവഹാരം. അതുതന്നെയാണ് നമ്മുടെ ദുഃഖകാരണവും. അപ്പൊ ഇത് മാറണമെങ്കിൽ ഈ ബഹിർമുഖത വെടിഞ്ഞ് അന്തർമുഖരാവാൻ പരിശീലിക്കണം. സത്യാന്വേഷികളായി മാറണം. ഈ പരമമായ സത്യത്തെ അറിഞ്ഞുകൊണ്ട് പിന്നെയുള്ള വ്യവഹാരങ്ങൾ ചെയ്യണം. ഈ സത്യം അറിഞ്ഞുകൊണ്ടുള്ള വ്യവഹാരങ്ങളാണ് ജീവൻ മുക്തന്മാരുടെ, മഹാത്മാക്കളുടെ വ്യവഹാരം, ജ്ഞാനികളുടെ എല്ലാം വ്യവഹാരം. അതുകൊണ്ട് തന്നെ അവർ നമ്മൾ വലിയ മൂല്യങ്ങൾ കൽപ്പിക്കുന്ന വസ്തുക്കൾക്കൊന്നും വലിയ മൂല്യം കൽപ്പിച്ചിട്ടില്ല. അവരെന്താ കാണുന്നത് എന്നുള്ളത് കാണാനുള്ള കഴിവ് നമ്മൾക്കും ഇല്ല. അതുതന്നെയാണ് ഗീതയിൽ ഭഗവാൻ പറഞ്ഞത്, യാ നിശാ സർവഭൂതാനാം തസ്യാം ജാഗ്രതി സംയമി യസ്യാം ജാഗ്രതി ഭൂതാനി സാ നിശാ പശ്യതോ മുനേഹ. ഈ ദർശന വ്യത്യാസം, രണ്ട് തലങ്ങളിലാണ് അജ്ഞാനികളും ജ്ഞാനികളും ഇരിക്കുന്നത്.
ജ്ഞാനികൾ കാണുന്നതൊന്നും അജ്ഞാനികൾക്ക് കാണാൻ കഴിവില്ല. അജ്ഞാനികൾ കാണുന്നതൊന്നും സത്യമല്ല എന്നത് ജ്ഞാനികൾക്ക് അറിയാം. അതുകൊണ്ട് അവരതിനെ സത്യമായി കരുതുന്നില്ല. അപ്പോൾ എല്ലാറ്റിനും ആശ്രയഭൂതനായ ഞാൻ നിങ്ങളെ ഒരിക്കലും പിരിഞ്ഞിട്ടില്ല. ഞാൻ തന്നെയാണ് എൻ്റെ മായാശക്തി കൊണ്ട് എന്നെ തന്നെ, എന്നാൽ തന്നെ, എന്നിൽ തന്നെ സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും സംഹരിക്കുകയും ചെയ്യുന്നു. ഭൂതേന്ദ്രിയ ഗുണാത്മന ആത്മമായാനുഭാവേന. ഭൂതങ്ങളും ഇന്ദ്രിയങ്ങളും ഗുണങ്ങളും ആത്മാവും എല്ലാമായി ഞാൻ തന്നെയാണ് കാണപ്പെടുന്നത്. എൻ്റെ മായയുടെ ശക്തി കൊണ്ടാണ് ഈ വൈവിധ്യങ്ങൾ കാണുന്നത്. മായയാണ് ഈ വൈവിധ്യങ്ങളെ സൃഷ്ടിക്കുന്നത്. ആ മായ കൊണ്ടാണ് എൻ്റെ സൃഷ്ടിസ്ഥിതി സംഹാര ലീലകളെല്ലാം. ഞാൻ എന്നെ തന്നെ, എന്നിൽ തന്നെ, എന്നാൽ തന്നെ എന്നെ തന്നെ സൃഷ്ടിക്കുകയാണ്. ഇനി വാസ്തവത്തിൽ സൃഷ്ടിജാലങ്ങൾ നശിക്കുന്നതോടുകൂടി സ്രഷ്ടാവായ ആത്മാ നശിക്കുന്നുണ്ടോ? കാര്യങ്ങളെല്ലാം നശിക്കുമ്പോൾ കാരണത്തിന് നാശമുണ്ടോ എന്നാണെങ്കിൽ ഇല്ല. കാര്യങ്ങൾ നശിച്ച് കാരണത്തിലേക്ക് തന്നെയാണ് ചെന്ന് ലയിക്കുന്നത്. സ്വർണത്തിൽ നിന്നുണ്ടായ ആഭരണങ്ങളെല്ലാം നശിച്ചാലും അത് സ്വർണമായി തന്നെ നിലനിൽക്കുന്നു. മണ്ണിൽ നിന്നുണ്ടായ മൺപാത്രങ്ങളെല്ലാം നശിച്ചാലും മണ്ണായി തന്നെ നിലനിൽക്കുന്നു. അത് മൺപാത്രമായിരിക്കുമ്പോഴും മണ്ണ് അവിടെ തന്നെ ഉണ്ട്. മണ്ണിനൊരു കുറവും ഉണ്ടായിട്ടില്ല. സ്വർണ്ണാഭരണങ്ങളായപ്പോൾ സ്വർണത്തിനും ഒരു നഷ്ടവും സംഭവിച്ചിട്ടില്ല. അതുപോലെ ഈ ഭഗവാനിൽ നിന്ന് ഈ ജഗത്ത് ഉണ്ടായപ്പോൾ ഭഗവാൻ ഒരു കുറവും ഉണ്ടായിട്ടില്ല. ഭഗവാൻ അനന്തനാണ്, അവ്യയനാണ്. ഇതെല്ലാം നശിച്ചാലും അനന്തനും അവ്യയനുമായിട്ടുള്ള ഭഗവാന് നാശം സംഭവിക്കുന്നില്ല. അപ്പോൾ ആത്മാ ജ്ഞാനമയ ശുദ്ധ വ്യതിരിക്തോ അഗുണാന്വയ സുഷുപ്തി സ്വപ്ന ജാഗ്രദ്ഭിഹി മായാവൃത്തിഭിരീയതേ. അപ്പം നമ്മൾക്ക് മായാവൃത്തികളെ കൊണ്ടാണ് ഈ സംസാരം നമ്മൾ അനുഭവിക്കുന്നത്. മായയിൽ കുടുങ്ങിക്കൊണ്ട് മായയിലൂടെ കാണുന്നത് കൊണ്ടാണ് സത്വം, രജസ്, തമസ് ഇങ്ങനെയുള്ള 3 ഗുണങ്ങളെ കൊണ്ടാണ് നമുക്ക് ഈ 3 സംസാര എന്താ പറയുക അവസ്ഥകൾ ഉണ്ടാകുന്നത്. ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി, ഇത് 3ഉം സംസാരാവസ്ഥകൾ തന്നെയാണ്. ഇതിലിങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കുന്നു. അതേപോലെ തന്നെ സ്ഥൂല, സൂക്ഷ്മ, കാരണ ദേഹങ്ങളിൽ നമ്മളിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ജാഗ്രത അവസ്ഥയിൽ നമ്മൾ സ്ഥൂല ശരീരാഭിമാനിയാണ്. സ്വപ്നാവസ്ഥയിൽ നമ്മൾ സൂക്ഷ്മ ശരീരാഭിമാനിയാണ്. സുഷുപ്തി അവസ്ഥയിൽ നമ്മൾ കാരണ ശരീരത്തിലാണ്. അപ്പോൾ ഈ ദേഹവുമായിട്ട് അതാത് സമയത്തുണ്ടാകുന്ന താദാത്മ്യം. ഇപ്പൊ സ്വപ്നാവസ്ഥയിൽ നമ്മൾ സ്ഥൂല ശരീരവുമായിട്ടല്ല താദാത്മ്യം, അവിടെ സൂക്ഷ്മ ശരീരവുമായിട്ടാണ് താദാത്മ്യം. സ്ഥൂല ശരീരത്തിന് വിശപ്പില്ലെങ്കിലും സ്വപ്നത്തിലെ ദേഹത്തിന് വിശക്കുന്നു. അല്ലെങ്കിൽ സ്ഥൂല ശരീരം വിശന്നിട്ടാണ് ഉറങ്ങിപ്പോയതെങ്കിൽ സൂക്ഷ്മ ശരീരത്തിൽ അഥവാ സ്വപ്ന ശരീരത്തിൽ സമൃദ്ധമായി ഭക്ഷണം കഴിച്ച് അല്ലേ, ഇനി ഒരു വറ്റുപോലും കഴിക്കാൻ വയ്യാതെ ഏമ്പക്കം വിട്ടിരിക്കുന്നു. സ്ഥൂല ശരീരത്തിൽ ഒരു ദരിദ്രനായിരുന്നു എങ്കിൽ സൂക്ഷ്മ ശരീരത്തിൽ വലിയ കോടീശ്വരനായിട്ടൊക്കെ കാണുന്നു. ആ സൂക്ഷ്മ ശരീരത്തിൽ വലിയ ധനികന്റെ സൗകര്യങ്ങളെല്ലാം അനുഭവിക്കുന്നു. പക്ഷേ പെട്ടെന്നാണ് ഉണർന്നു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് താൻ പഴയ ദരിദ്രൻ തന്നെയാണ്. തനിക്ക് വീടുമില്ല, വാഹനങ്ങളുമില്ല, പരിചാരകരുമില്ല, ആടയാഭരണങ്ങളൊന്നുമില്ല. അപ്പോൾ എല്ലാം നഷ്ടപ്പെട്ടു എന്ന് കരുതി പിന്നെ കരഞ്ഞുകൊണ്ടിരിക്കുവോ? താൻ സ്വപ്നത്തിൽ കണ്ടതിനെക്കുറിച്ച് ആരെങ്കിലും കരഞ്ഞുകൊണ്ടിരിക്കാറുണ്ടോ? സ്വപ്നത്തിൽ ലോട്ടറി അടിച്ചു എന്ന് പറഞ്ഞിട്ട് ജാഗ്രതയിൽ ആരെങ്കിലും അത് കിട്ടിയില്ല, തനിക്കല്ല ലോട്ടറി അടിച്ചിരിക്കുന്നത് എന്നറിഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കാറുണ്ടോ? അതിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്യുകയോ എന്തെങ്കിലും അങ്ങനെയുള്ളത് എന്തെങ്കിലും ചെയ്യോ?
അല്ലെങ്കിൽ സ്വപ്നത്തിൽ വിവാഹം കഴിച്ചു, ജാഗ്രതത്തിൽ പെട്ടെന്ന് ഉണർന്നു നോക്കിയപ്പോൾ ആൾ അരികത്തില്ല. നമ്മുടെ ബാണാസുരന്റെ മകള് ഉഷയെ പോലെ വിഷമിച്ചുകൊണ്ടിരിക്കുവോ? സ്വപ്നത്തിൽ കണ്ട ആളെ തന്നെ എനിക്ക് വിവാഹം കഴിക്കണം, അയാളെ കിട്ടിയില്ലെങ്കിൽ ഞാൻ മരിച്ചു കളയും എന്നാരെങ്കിലും പറയാറുണ്ടോ? ഉണർന്നു കഴിഞ്ഞാൽ അവർക്കറിയാം സ്വപ്നത്തിലുള്ളത് സംഭവിച്ചതല്ല, അതിൽ തനിക്ക് യാതൊരു അവകാശവുമില്ല, അത് തൻ്റെ ഒരു ഭ്രമം മാത്രമായിരുന്നു, അസത്തായിരുന്നു, അതിനെക്കുറിച്ച് ഇനി ചിന്തിച്ചിട്ട് ഒരു പ്രയോജനവും ഇല്ല. അതുകൊണ്ട് ഉണർന്ന ഒരാൾ സ്വപ്നത്തെ എത്ര വിലയില്ലാതെ വ്യർത്ഥമായി കാണുന്നുവോ, സ്വപ്നത്തിൽ നിന്ന് ഉണർന്ന ഒരാൾ താൻ സ്വപ്നത്തിൽ അനുഭവിച്ചതോ കണ്ടതോ കേട്ടതോ ആയിട്ടുള്ളത് ഒന്നും തന്നെ ഒരു പ്രയോജനമില്ലാത്ത വസ്തുക്കളാണ്, എല്ലാം വ്യർത്ഥം എന്ന് എഴുതി തള്ളുന്നുവോ, നിസ്സാരമായി കാണുന്നുവോ, അതുപോലെയാണ് ഒരു ജ്ഞാനി തൻ്റെ ആത്മബോധത്തിലേക്ക് ഉണരുന്നതോടുകൂടെ താൻ ജാഗ്രതയിൽ അനുഭവിച്ചിരുന്നതും ഒരു സ്വപ്നമായിരുന്നു, അറിവില്ലായ്മ കൊണ്ടുണ്ടായ സ്വപ്നമായിരുന്നു, തെറ്റിദ്ധാരണകളായിരുന്നു. വസ്തുതയ അതങ്ങനെയല്ല എന്ന് ഒരു ജ്ഞാനി തിരിച്ചറിയുമ്പോൾ അദ്ദേഹം ജാഗ്രതയിലുള്ള അനുഭവങ്ങൾക്കും നിസ്സാരത കൽപ്പിക്കുന്നു. അതൊന്നും സാരമില്ലാത്തതാണ്, അർത്ഥമില്ലാത്തതാണ്. ഇതാണ് ഒരു ജ്ഞാനിയുടെ അവസ്ഥ. അപ്പോൾ അതിന് എന്ത് വേണം? അതിനൊക്കെ കാരണഭൂതനാകുന്ന മനസ്സിനെ പിടിച്ചടക്കണം. മനസ്സാണ് ഇതെല്ലാം സൃഷ്ടിക്കുന്നത്. ജാഗ്രതും സ്വപ്നവും സുഷുപ്തിയും മനസ്സിന്റെ അവസ്ഥകളാണ്, മനസ്സിന്റെ കളികളാണ്, മനസ്സിന്റെ കൽപ്പനകളാണ്. ആ മനസ്സിനെയാണ് നിയന്ത്രിക്കേണ്ടത്. തന്നിരുന്ത്യാത് ഇന്ദ്രിയാണി വിനിദ്രഹ പ്രത്യപദ്യത. എങ്ങനെയാണോ ഒരാള് നിദ്രയിൽ നിന്ന് ഉണർന്നു കഴിയുമ്പോൾ താൻ സ്വപ്നത്തിൽ കണ്ടതൊന്നും സത്യമല്ല എന്ന് പ്രതിപാദിക്കുന്നത്, ഉണരുന്നത്, അറിയുന്നത്, അതുപോലെ വിനിദ്രനായിട്ടുള്ള ഒരാൾ എന്ന് വെച്ചാൽ സത്യത്തിലേക്ക് ഉണർന്ന് ഉത്തിഷ്ഠത, ജാഗ്രത, നിബോധത, വിനിദ്രഹ. അവിനിദ്രഹ എന്നുള്ളത് ആ നിബോധാവസ്ഥയാണ്, നിതരാം ബോധമുള്ള അവസ്ഥ, നല്ല ബോധമുള്ള അവസ്ഥയാണ്. അതിന് പ്രാപ്യ വരാൻ നിബോധത, വരാൻ പ്രാപ്യ, അറിവുള്ള ഗുരുക്കന്മാരെ പ്രാപിച്ച്, മഹാത്മാക്കളെ പ്രാപിച്ച് ഈ സത്യം ഉണരേണ്ടതാണ്. അപ്പോൾ വിനിദ്രരായി തന്നിരുന്ധ്യാത്. അപ്പൊ ഈ മനസ്സിന്റെ ഇളക്കമാണ് നമ്മുടെ അത് ഇന്ദ്രിയങ്ങൾ വഴി പുറത്തേക്ക് പോകുന്നത്. മനസ്സിന് സ്വസ്ഥതയില്ലാതാകുമ്പോൾ മനസ്സ് ബഹിർമുഖമാകുന്നു, ഇന്ദ്രിയങ്ങളാകുന്ന ദ്വാരങ്ങൾ വഴി പുറത്തേക്ക് പോകുന്നു. പണ്ട് നമുക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ബഹിർമുഖത സാധ്യമല്ലാത്തത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? വീട്ടിന്റെ പുറത്തേക്കിറങ്ങി പുറത്ത് അലഞ്ഞു തിരിയുന്നു. ഇപ്പൊ നമുക്ക് വീട്ടിന്റെ ഉള്ളിലിരുന്ന് തന്നെ ലോകം മുഴുവൻ കറങ്ങിയിട്ട് വരാം. അതിന് TV മുതലായ മാധ്യമങ്ങളുണ്ട്, നമ്മുടെ ഇന്റർനെറ്റ് മുതലായ മാധ്യമങ്ങളുണ്ട്, വാട്സപ്പ്, ഫേസ്ബുക്ക്, അതുപോലെയുള്ള വേറെ എന്തൊക്കെയാണുള്ളത്, എല്ലാ സൗകര്യങ്ങളുണ്ട്. എവിടെ ഇരുന്നുകൊണ്ട്? വീട്ടിലിരുന്നു കൊണ്ട് ലോകം മുഴുവൻ കറങ്ങിയിട്ട് വരാം. അപ്പൊ നമ്മൾ വീട്ടിൽ വാതിലടച്ചിരുന്നാലും നമ്മൾ ബഹിർമുഖരാണ്, അന്തർമുഖരല്ല. ആ ശീലം നമ്മളെ വീണ്ടും വീണ്ടും അതിലേക്ക് പ്രേരിപ്പിക്കുകയും ചെയ്യും. നിരന്തരമായിട്ട് നമ്മൾ ഈ ബഹിർമുഖത പുതിയ മാധ്യമങ്ങളിലൂടെ ശീലിച്ച് നമ്മുടെ മനസ്സ് വെറുതെ ഇരിക്കാൻ സമ്മതിക്കില്ല. എന്താ വെറുതെ ഇരിക്കണ? എടുത്തു നോണ്ടു, അല്ലേ? മനസ്സ് പറയണം, എടുത്തു നോണ്ടു, പണിയൊന്നുമില്ലല്ലോ, വേറെ എവിടെയും പോണ്ടല്ലോ, ആരും ഇല്ലല്ലോ ചുറ്റും. അപ്പൊ പിന്നെ എടുത്തു നോണ്ടു. പിന്നെ അത് നോണ്ടി 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 ശീലായി. പിന്നെ പണി ഉണ്ടെങ്കിലും പണിക്ക് പോകണമെന്നില്ല.
ആരെങ്കിലും ചുറ്റുമുണ്ടെങ്കിലും അവരെ കാണുന്നുമില്ല. ഇതും ഒരു ബഹിർമുഖതയാണ്, ഒരു അടിമത്തമാണ്, മനസ്സിൻ്റെ ഒരു ചാഞ്ചല്യമാണ്. മനസ്സ് വളരെ ചഞ്ചലമാണ്, ഈ അവസ്ഥയിൽ വളരെ ചഞ്ചലമാണ്. മറ്റത് ഫിസിക്കലി നമ്മൾ പുറത്തു പോകാനൊക്കെ കുറേ അധ്വാനവും കുറേ സമയവും ഒക്കെ ആവശ്യമുണ്ട്. ഇത് വളരെ ചടുലമായിട്ടാണ് നമ്മൾ എവിടെ വേണമെങ്കിൽ പോയി എത്തിയിട്ട് വരുന്നത്, ഒരു പ്രയാസമില്ല. അപ്പം അതുകൊണ്ട് അത്രയും വേഗത്തിലാണ് നമ്മുടെ മനസ്സ് സഞ്ചരിക്കുന്നത്. മനസ്സ് ഇത്രയും വേഗത്തിൽ സഞ്ചരിച്ച് ശീലിച്ച് അതിന് പിന്നെ പതുക്കെ സഞ്ചരിക്കാൻ അറിയാതെയായി. എപ്പോഴും ആക്സിലറേറ്ററിലാണ് കാല്. ഫുള്ളായിട്ട് പ്രസ് ചെയ്ത് ആക്സിലറേറ്ററിൽ കാല് വെച്ചിരിക്കുക, ബ്രേക്കിലൊന്നും പോകാറില്ല. ഫുൾ ടൈം ഫുൾ സ്പീഡിലാണ്. അതാണ് നമ്മുടെ കുട്ടികൾക്കൊക്കെ ഇപ്പോൾ പറ്റിക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് അത് ശീലിച്ച് അതിൽ നിന്ന് പിന്നെ ഒരിക്കലും പിന്തിരിയാൻ പറ്റാത്ത രീതിയിൽ അവർ ആ മാധ്യമങ്ങളാൽ നിയന്ത്രിതരാണ്. അവർക്ക് അവരുടെ മനസ്സിനെ അടക്കാൻ സാധിക്കുന്നില്ല, നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല. നമ്മളൊക്കെ പിന്നെ വളരെ പ്രായമായിട്ടാണ് ഈ വിഷയത്തിലേക്കൊക്കെ വന്നത്. ഇതൊക്കെ അറിയാൻ തുടങ്ങിയത് വളരെ കൊറോണ കാലത്താണ്. ഒരു പണിയില്ലാതായപ്പോഴാണ് ഇതിലേക്ക് വന്നത് എന്നുള്ളത് കൊണ്ട് നമുക്ക് പണ്ടത്തെ ശീലങ്ങൾ നമുക്ക് മറന്നിട്ടില്ല. മുമ്പത്തെ ശീലങ്ങളൊക്കെ നമുക്ക് കൂടെ ഉള്ളതുകൊണ്ട് നമുക്ക് ഏതെങ്കിലും കർത്തവ്യങ്ങളുണ്ടെങ്കിൽ അത് ഫസ്റ്റ്, അത് കഴിഞ്ഞിട്ട് മതി നേരം പോക്കായിട്ട് വേണമെങ്കിലാവാം. അല്ലെങ്കിൽ ലോകവിഷയങ്ങൾ വിവരങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അത് ഉപയോഗിക്കാം. ആ ഒരു ചോയ്സ് നമുക്കുണ്ട്, അതിനുള്ള ഒരു വിൽ പവർ നമുക്കുണ്ട്. പക്ഷേ വളർന്നു വരുന്ന കൊച്ചു കുട്ടികൾക്ക് അതില്ല. അതുകൊണ്ട് നമ്മൾ കുട്ടികളെ സംബന്ധിച്ച് ഈ വക കാര്യങ്ങൾക്ക് യാതൊരു തരത്തിലും അവർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാനേ പാടില്ല. അവരുടെ മനസ്സിനെ നിയന്ത്രിക്കണമെങ്കിൽ പിന്നെ നമുക്ക് പറ്റാതെയാവും. ആർക്കും പറ്റില്ല, അവർക്കും പറ്റില്ല. അവർ വയലൻ്റ് ആയിക്കൊണ്ടിരിക്കും. അവരുദ്ദേശിച്ച കാര്യങ്ങൾ ഉടനെ സാധിച്ചില്ലെങ്കിൽ അവർക്ക് ഒട്ടും ടോളറൻസ് ഇല്ല, ഭയങ്കര വയലൻ്റ് ആയിരിക്കും. ആ വയലൻ്റ് ആയിക്കഴിഞ്ഞാൽ എന്താ ചെയ്യാന്ന് അറിയാൻ പറ്റില്ല. രണ്ടാമതൊന്ന് ചിന്തിക്കാനുള്ള സമയം പോലും അവരെടുക്കില്ല. ഉടനെ ആത്മഹത്യ എന്നുള്ളതിലേക്ക് ചാടാം, ഇമ്മീഡിയറ്റ്, അപ്പം തന്നെ. ചുറ്റും നമ്മൾ കാണുന്നില്ലേ ദിവസവും. മൂന്നാല് ദിവസം മുമ്പ് ഒരു കുട്ടിയുടെ ട്രെയിനിൽ, കോഴിക്കോട് മറ്റേ ട്രെയിനിൽ കുറുക്കെ കിടന്നു പാഞ്ഞു വരുന്ന ട്രെയിനിൻ്റെ മുമ്പിൽ നടന്നു ചെന്നിട്ട് മേഘ എന്ന് പറഞ്ഞൊരു കുട്ടി, 24 വയസ്സേ ഉള്ളൂ, നന്നായി പഠിച്ച് IB-യിൽ ഇൻ്റലിജൻസ് ബ്യൂറോയിൽ ജോലി കിട്ടി. കാലിക്കറ്റ് എയർപോർട്ടിലെ IB ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്ന പെൺകുട്ടി, 1.5 ലക്ഷത്തോളം ശമ്പളം വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടി, ഒരു കുറവുമില്ല. പക്ഷേ താൻ ഇഷ്ടപ്പെട്ട കാമുകൻ വേറൊരാളെ സ്നേഹിക്കുന്നു, അവളെ വിവാഹം കഴിക്കാൻ തീരുമാനിക്കുന്നു, തന്നെ ഒഴിവാക്കുന്നു എന്നറിഞ്ഞ് അതേ നിമിഷം കാത്തിരിക്കാനോ എന്തെങ്കിലും അതിനുവേണ്ടി ആരോടെങ്കിലും സഹായം ചോദിക്കാനോ ഒന്നിനും കാത്തു നിൽക്കാതെ ഇമ്മീഡിയറ്റ് അവനോട് ഫോൺ ചെയ്തുകൊണ്ട് തന്നെയെന്നാണ് പറയപ്പെടുന്നത്. തിരുവനന്തപുരം ചാക്കയിലാണ് അല്ലേ, കോഴിക്കോടല്ല. കുട്ടി കോഴിക്കോട്ടത്തെയാണോ? കുട്ടി പത്തനംതിട്ടയിൽ തോന്നും അല്ലേ, പത്തനംതിട്ടയിൽ തിരുവനന്തപുരത്താണോ? ശരി. അപ്പം ഇന്നത്തെ കുട്ടികൾ എത്ര ഇൻ്റലിജൻ്റ് ആയിട്ടും കാര്യമാണ്. ഇൻ്റലിജൻസ് ബ്യൂറോയിൽ പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ എത്ര ഇൻ്റലിജൻ്റ് ആയിരിക്കണം. രാജ്യത്തെ വളരെ സൂക്ഷ്മതയോടെ കാത്തുരക്ഷിക്കേണ്ട കൃഷ്ണമണികൾ പോലെ ഇരിക്കേണ്ടവരാണ് അവർ അല്ലേ. അവരുടെ ഇൻ്റലിജൻസ് ആണ് രാജ്യരക്ഷയ്ക്ക് ആവശ്യമായിട്ടുള്ളത്. അതിനുവേണ്ടി തെരഞ്ഞെടുത്ത ഇൻ്റലിജൻസ് ഉള്ള കുട്ടികളെന്നാണ് വെയ്പ്പ്. എവിടെ
സ്വന്തം ജീവിതത്തെക്കുറിച്ച് പോലും ഒരു നിയന്ത്രണവും ഇല്ലാത്ത, ഒരു ഐക്യവും ഇല്ലാത്ത, അല്ലേ, വെറും ഇക്യു ഒട്ടുമില്ലാത്ത, അല്ലേ, സ്വന്തം ഇമോഷൻസിനെ നിയന്ത്രിക്കാൻ കഴിവില്ലാത്ത ഒരു മൂഢസമൂഹം. അതാണ് ഇന്നത്തെ ജനറേഷനിൽ കൂടുതലും. അപ്പം അതുകൊണ്ട് അവരുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ പ്രയാസമാണ്. അതുകൊണ്ട് മനസ്സിനെ നിയന്ത്രിക്കാനുള്ള പരിശീലനം വേണം. മനസ്സിനെ നിയന്ത്രിക്കാൻ മനസ്സിന്റെ സ്പീഡ് കുറച്ച് പരിശീലിക്കണം. മുമ്പേ പറഞ്ഞില്ലേ, രാവിലെ പറഞ്ഞില്ലേ, വണ്ടി വളരെ വേഗത്തിൽ ഓടുമ്പോൾ ഒരു വളവ് വരുമ്പോൾ ആ സ്പീഡ് കുറച്ചില്ലെങ്കിൽ, അതേ സ്പീഡിൽ പോവുകയാണെങ്കിൽ വളവ് തിരിഞ്ഞാൽ ഒന്നുകിൽ മറിഞ്ഞു വീഴാം, അല്ലെങ്കിൽ ഏതെങ്കിലും കുഴിയിലേക്ക് പോയി ചാടാം, അതല്ലെങ്കിൽ നേരെ വരുന്ന വണ്ടിയിൽ ചെന്ന് ഇടിക്കാം. പലതും സംഭവിക്കാം, എന്ത് അപകടവും സംഭവിക്കാം. അതുകൊണ്ട് സ്ലോ ആക്കാൻ പഠിക്കണം. വാഹനം ഓടിക്കുന്നവർ വാഹനത്തെ എപ്പോൾ സ്ലോ ആക്കണം, എപ്പോൾ അതിന് ബ്രേക്ക് ചവിട്ടണം, എപ്പോൾ അതിൻ്റെ ഗിയർ മാറ്റണം, ഇതൊക്കെ അറിയുന്നവരായിരിക്കണം വാഹനം ഓടിക്കാൻ. അപ്പം അതുപോലെ ജീവിതത്തിൻ്റെ വേഗതയെ നിയന്ത്രിക്കാൻ മനസ്സിൻ്റെ വേഗതയെ നിയന്ത്രിച്ച് ശീലിക്കണം. ഈ മനസ്സിൻ്റെ വേഗതയെ നിയന്ത്രിക്കാൻ ശീലിക്കാനാണ് നമ്മുടെ എല്ലാ സാധനകളും. അതാണ് പിന്നീട് പറഞ്ഞത്, ഏതദന്തഃ സമാമ്നായോ യോഗഃ സാഖ്യം മനീഷിണാം ത്യാഗസ്തബോധമഃ സത്യം സമുദ്രാന്താ ഇവാപഗാഃ. ഏതദന്തഃ സമാമ്നായോ യോഗഃ സാഖ്യം മനീഷിണാം ത്യാഗസ്തബോധമഃ സത്യം സമുദ്രാന്താ ഇവാപഗാഃ. അപ്പൊ കടിഞ്ഞാണില്ലാതെ പായുന്ന ദുഷ്ട കുതിരകളെ പോലെ പായുന്ന നമ്മുടെ ഇന്ദ്രിയങ്ങളും കള്ളു കുടിച്ചവനെ പോലെയുള്ള മനസ്സും, അല്ലേ, ഇതിനെയൊക്കെ നിയന്ത്രിക്കണമെങ്കിൽ എന്ത് വേണം? ബുദ്ധിയാകുന്ന സാരഥി വളരെ അഭ്യസ്തനായിരിക്കണം. ആ ബുദ്ധിയാകുന്ന സാരഥിയെ വേണ്ട പോലെ വേണ്ട അറിവുകൾ കൊടുത്ത് നല്ല പക്വതയുള്ളതാക്കി തീർക്കണം. നല്ല തെളിഞ്ഞ ബുദ്ധി വേണം. അതുപോലെ മനസ്സ് എന്ന കുഴഞ്ഞു മറിഞ്ഞ ഈ സാധനത്തെ നിയന്ത്രിക്കാൻ, അതിനെ ഒന്ന് സോളിഡ് ആക്കാനുണ്ട്, അതിനെ പിടിച്ച് ബന്ധിക്കാനുണ്ട്. അതിനാണ് നമ്മുടെ എല്ലാ വ്രതങ്ങളും തപസ്സുകളും അനുഷ്ഠാനങ്ങളും സാധനകളും എല്ലാം. മനസ്സാകുന്ന കടിഞ്ഞാണിന് ബലം വയ്ക്കാം. ബലമില്ലാത്ത കയറുകൊണ്ട് കുതിരകളെ കെട്ടാൻ പറ്റുമോ? ഇല്ല, കുതിരകൾ പൊട്ടിച്ച് ചാടിപ്പോവും. അപ്പൊ ഇന്ദ്രിയങ്ങളാകുന്ന കുതിരകളെ നല്ലതുപോലെ ബന്ധിക്കണമെങ്കിൽ നല്ല ബലമുള്ള കയറുകൾ തന്നെ വേണം. ആ ബലമുള്ള കയറിനെ കൈകാര്യം ചെയ്യാൻ നല്ല സാരഥി തന്നെ വേണം. അപ്പൊ ബുദ്ധിയാകുന്ന സാരഥി മനസ്സാകുന്ന ബലമേറിയ കടിഞ്ഞാൺ കൊണ്ട് ഇന്ദ്രിയങ്ങളാകുന്ന കാട്ടുകുതിരകളെ നിയന്ത്രിച്ച് പരിശീലിക്കണം. ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചും മനസ്സിനെ നിയന്ത്രിച്ചും ശീലിച്ചിട്ടില്ലെങ്കിൽ അവൻ ഒരു ലക്ഷ്യത്തിലും എത്തുകയില്ല. ദുഷ്ടാശ്വാ ഇവ സാരഥേഹേ. ആരുടെ ഇന്ദ്രിയങ്ങളാണോ മനസ്സുകൊണ്ട്, മനസ്സാകുന്ന കടിഞ്ഞാൺ കൊണ്ട് നിയന്ത്രിക്കാതെ ബുദ്ധിയാകുന്ന സാരഥിയുടെ കയ്യിൽ സുരക്ഷിതമായിരിക്കാത്തത്, അവന്റെ ഇന്ദ്രിയങ്ങളാകുന്ന ദുഷ്ടാശ്വങ്ങൾ അവനെ വഴിയിൽ തന്നെ എവിടെയെങ്കിലും മറിച്ചിട്ട് അവന്റെ ജീവഹാനിക്ക് കാരണമാകും. അപ്പം അതുപോലെയാണ് നമ്മുടെ മനസ്സും ഇന്ദ്രിയങ്ങളും ബുദ്ധിയുടെ കയ്യിൽ സുരക്ഷിതമായിരിക്കണം. അതിന് ബുദ്ധിക്ക് നല്ല ശക്തി ഉണ്ടാവണം. ബുദ്ധിക്ക് ശക്തി എങ്ങനെയാണ്? നല്ല ശരിയായ കൺവിൻസിംഗ് ആയിട്ടുള്ള അറിവുകൾ കൊണ്ട്, ജ്ഞാനം കൊണ്ട്, ജീവിത വിജയത്തിന് ആവശ്യമായിട്ടുള്ള ജ്ഞാനം കൊണ്ട്, ആത്യന്തികമായിട്ടുള്ള സത്യത്തെക്കുറിച്ചിട്ടുള്ള ജ്ഞാനം കൊണ്ട്. അപ്പോൾ ബുദ്ധി സ്ട്രോങ് ആണെങ്കിൽ മാത്രമേ മനസ്സിനെയും കുതിരകളെയും നിയന്ത്രിക്കാൻ, ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിക്കാൻ സാധിക്കുള്ളൂ.
അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഏതദന്തഃ സമാമനായ യോഗ സാഖ്യം മനീഷിണാം. മനീഷിണാം, മനീഷികൾ. നോക്കും, മനീഷി എന്നുള്ള വാക്കാ പ്രയോഗിച്ചിരിക്കുക. മനീഷി എന്ന് പറഞ്ഞാലോ മനസ്സിനെ ഈശിക്കുന്നവരാണ് മനീഷികൾ. മനസ്സിനെ ഈശിക്കുന്നവരാണ് മനീഷികൾ. മനീഷ എന്ന് പറഞ്ഞാൽ ബുദ്ധിയാണ്. മനീഷ എന്നാൽ ബുദ്ധിയാണ്, നിശ്ചയദാർഢ്യമുള്ള ബുദ്ധി, നല്ല ഉറപ്പുള്ള ബുദ്ധി, നല്ല കൺവിൻസിംഗ് ആയിരിക്കുന്ന അറിവുകൾ കൊണ്ടുള്ള ബുദ്ധി. മനീഷ, മനീഷയുള്ളവൻ മനീഷി. മനീഷി എന്ന് പറഞ്ഞാൽ നല്ല സത്യത്തെക്കുറിച്ചിട്ടുള്ള ബോധ്യമുള്ളവൻ, നിശ്ചയദാർഢ്യമുള്ളവൻ, നല്ല ബുദ്ധി സാമർഥ്യമുള്ളവൻ. അപ്പൊ അങ്ങനെയുള്ള മനീഷികൾ, വിവേകമുള്ളവർ എന്തൊക്കെ ചെയ്യുന്നു? യോഗം, സാഖ്യം, ത്യാഗം, തപസ്, ദമം, സത്യം, സമാമനായം ഇതെല്ലാം പരിശീലിക്കുന്നു. ഇതെല്ലാം എന്തിനു വേണ്ടി? ഏതദന്തഃ, ഏതത് അന്തഃ, ഏതദന്തഃ. ഏതത് എന്ന് പറഞ്ഞാൽ ഇതുവരേക്ക്, അന്തം ഇത് തന്നെയാണ് അന്തം. ഏതാണ് അന്തം? ഇന്ദ്രിയ മനോനിയന്ത്രണം, നിരോധം. മുമ്പ് പറഞ്ഞില്ലേ, തന്നിരുന്ധ്യാത്, തന്നിരുന്ധ്യാത്. ആ മനസ്സിനെ നിരോധിക്കണം. ആ മനസ്സിന്റെ നിരോധമാണ് എല്ലാ അഭ്യാസങ്ങളെ കൊണ്ടും എല്ലാ സാധനകളെ കൊണ്ടും ലക്ഷ്യമാക്കുന്നത്. സാധനകൾക്കൊക്കെ ഇതുവരയ്ക്കേ സ്ഥാനമുള്ളൂ, അതുവരെ നമ്മളെ എത്തിക്കും. ആ മനസ്സ് എത്തേണ്ടടുത്ത് സാധനകൾ നമ്മളെ എത്തേണ്ടടുത്ത് എത്തിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അവിടേക്ക് പ്രവേശിക്കുകയാണ്. അല്ലേ? ഒരു വാഹനം നമ്മളൊരു ക്ഷേത്രത്തിലേക്ക് പോകുന്നു എന്ന് വിചാരിച്ചാൽ വാഹനം ഏതുവരെ? ക്ഷേത്രത്തിന്റെ ഗോപുരവാതിൽക്കൽ വരെ പരമാവധി പോകാം. അവിടെ വാഹനം നിർത്തി ചെരുപ്പഴിച്ചു വെച്ച്, വേണ്ടി വന്ന ഷർട്ട് അഴിച്ചു വെച്ച് അവശ്യം ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിക്കുന്ന വസ്ത്രവിധാനത്തോടുകൂടെ ലളിതമായിട്ട് പ്രവേശിക്കാം. അപ്പൊ അതുവരെ കൊണ്ടുപോകാനുള്ളതാണ് വാഹനം. എന്നതുപോലെ തത്വസാക്ഷാത്കാരത്തിന്റെ ശ്രീകോവിലിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ യോഗ്യരാവ് അതുവരേക്കാണ് ചിത്തനിരോധമാണ് അതിൻ്റെ അവസാനത്തെ പടി. അപ്പൊ അതിലേക്കുള്ള മാർഗങ്ങളാണ് സമാമനായം. സമാമനായം എന്ന് പറഞ്ഞാൽ ആമനായങ്ങൾ എന്നാൽ വേദങ്ങൾ. അപ്പൊ ശരിയായിട്ടുള്ള സമ്യക്കായ ആമനായങ്ങളുടെ അഭ്യാസം, വേദാധ്യയനം, വേദത്തിൽ പറഞ്ഞിരിക്കുന്ന കർമ്മങ്ങളുടെ അനുഷ്ഠാനം, ഇതെല്ലാം സമാംനായ ശബ്ദം കൊണ്ട് സൂചിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ വേദാധ്യയനം എന്തിനു വേണ്ടിയിട്ടാണ്? വേദത്തിൽ പറഞ്ഞിരിക്കുന്ന കർമ്മങ്ങളുടെ അനുഷ്ഠാനം എന്തിനാണ്? ചിത്തശുദ്ധിക്കും ചിത്തനിരോധത്തിനും. ശങ്കരാചാര്യർ വിവേക ചൂടാമണിയുടെ ആരംഭത്തിൽ വ്യക്തമായി പറഞ്ഞു തരുന്നു. ചിത്തസ്യ ശുദ്ധയേ കർമ്മ നതു വസ്തൂപലബ്ധയേ വസ്തുസിദ്ധിർവിചാരേണ ന കിഞ്ചിത് കർമ്മകോടിഭിഃ. ചിത്തസ്യ ശുദ്ധയേ കർമ്മ, ചിത്തത്തിന്റെ ശുദ്ധിക്ക് വേണ്ടിയിട്ടാണ് എല്ലാ കർമ്മങ്ങളും നമ്മൾ അനുഷ്ഠിക്കുന്നത്. ന വസ്തൂപലബ്ധയെ, ആത്മവസ്തുവിനെ ലഭിക്കാൻ വേണ്ടിയിട്ടല്ല നമ്മൾ പല സാധനകളും ചെയ്യുന്നത്. സാധനകൾ നമ്മളെ യോഗ്യരാക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ കുളിച്ച് യോഗ്യരായാൽ മാത്രമേ ക്ഷേത്രങ്ങളിലേക്ക് പ്രവേശനമുള്ളൂ. കുളിച്ച എല്ലാവർക്കും ക്ഷേത്രത്തിൽ പ്രവേശനമുണ്ടോ എന്ന് ചോദിച്ചാൽ അതുമായില്ല. നമ്മൾ ക്ഷേത്രത്തിൻ്റെ അടുത്തേക്ക് പോകണം. അത് അവിടെ പ്രവേശിക്കാനുള്ള യോഗ്യതകൾ വേറെ എന്തൊക്കെയാണ് മാനദണ്ഡങ്ങൾ, അതൊക്കെ പാലിച്ചു കഴിഞ്ഞാൽ പ്രവേശിക്കാം. കുളിച്ചതുകൊണ്ട് ക്ഷേത്ര ദർശനത്തിന്റെ പ്രയോജനം കിട്ടാൻ പോകുന്നില്ല, കുളിച്ചത് റെഡിയാവാൻ വേണ്ടിയിട്ട്. അപ്പം അതുപോലെയാണ് എല്ലാ യോഗ സാധനങ്ങളും. അതാണ് ഇവിടെ സമാമനായം, വേദാഭ്യാസം, യോഗ, അഷ്ടാംഗയോഗ. എന്തൊക്കെയാണ് അഷ്ടാംഗയോഗം? യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാനം, സമാധി മുതലായ അഭ്യാസങ്ങളൊക്കെ തന്നെ സമാധി പര്യന്തമാണ്. അല്ലേ? യോഗം എന്താ? സമാധി, ചിത്തവൃത്തി നിരോധ. യോഗ ചിത്തവൃത്തി നിരോധ, യോഗത്തിന്റെ
ലക്ഷണം അല്ലെങ്കിൽ നിർവചനം എന്തിനു വേണ്ടിയിട്ടാണ് യോഗം, എന്താണ് യോഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ചിത്തവൃത്തികൾ ഉള്ളിടത്തോളം കാലം ഈശ്വരനുമായി നമ്മൾ യോജിക്കാനാവില്ല, വിയോഗത്തിലാണ്. വിയോഗം അവസാനിച്ച് യോഗം സാധിക്കണമെങ്കിൽ അതിന് തടസ്സമായിരിക്കുന്ന ചിത്തവൃത്തികൾ മാറണം. ചിത്തവൃത്തികളാണ് മായയാകുന്ന തിരശീല. മായയാകുന്ന തിരശീല നീങ്ങിയാൽ ഭഗവാനെ ദർശിക്കാം, അല്ലേ? ക്ഷേത്രങ്ങളിലൊക്കെ സന്ധ്യാവേളകളിൽ ദീപാരാധനയ്ക്ക് തിരശീലയിടും. ആ തിരശീല എന്താണ്? മായയാണ്. മായ നീങ്ങിയാലേ ഭഗവാനെ കാണുള്ളൂ. ആ ദീപം ജ്ഞാനപ്രകാശമാണ്. അപ്പോൾ മായ നീങ്ങി ജ്ഞാനപ്രകാശത്തിൽ ഭഗവത് ദർശനം, ആത്മദർശനം. അവിടെ ഭഗവാനെ കാണുമ്പോൾ നമ്മൾ ഉടനെ കണ്ണടയ്ക്കുകയാണ്. ഇവിടേക്ക് അവിടുത്തെ വസ്തു തന്നെയാണ് ഇവിടെയും ഇരിക്കുന്നത്. ഉടനെ കണ്ണടച്ച് ഇവിടെയും കാണുന്നു. കണ്ണടയ്ക്കാൻ വേണ്ടി ഇത്രയും നേരം മെനക്കെട്ട് അവിടെ പോയി കാത്തു നിൽക്കേണ്ടതുണ്ടോ എന്ന് ചോദിച്ചാൽ അതങ്ങനെയാണ്. ഞങ്ങൾ കാലങ്ങളായിട്ട് അങ്ങനെയാണ് ശീലിച്ചിരിക്കുന്നത്. അവിടെ പോയി നിന്ന് കണ്ണടച്ചാൽ മാത്രമേ അവിടത്തുള്ളത് ഇവിടെയും കാണുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി ഞങ്ങൾ അവിടെ പോണു. വീട്ടിൽ തന്നെ ഇരുന്ന് കണ്ണടച്ചാൽ കാണാറായാൽ പിന്നെ അവിടെ പോകേണ്ട ആവശ്യമില്ല. കുറേ കാലത്തെ അഭ്യാസം കൊണ്ട് വീട്ടിൽ തന്നെ ഇരുന്ന് കണ്ണടച്ചാൽ ഉള്ളിൽ കാണാൻ തുടങ്ങിയാൽ പിന്നെ അവിടെ പോയി കാല് കടഞ്ഞ് കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ആ മായ നീങ്ങണം. മായ നീങ്ങുമ്പോൾ അവിടെ ഉള്ളിലൊരു ആചാര്യൻ ജ്ഞാനപ്രകാശം കൊണ്ട് നമുക്ക് ഭഗവത് ദർശനം സാധിച്ചു തരും. ആ മായ തന്നെയാണ് നമ്മുടെ ഉള്ളിലും ചിത്തവൃത്തികളായിട്ട് ആത്മാവിനെ മറച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ ഭഗവാന്റെ മുമ്പിൽ ക്ഷേത്രത്തിൽ നമ്മൾ ചെല്ലുമ്പോൾ ആ ദീപാരാധനയ്ക്ക് മണി അടിക്കുന്നു. അപ്പോഴാണ് ഇത് തുറക്കുന്നത്, അല്ലേ? കർട്ടൻ നീങ്ങുമ്പോൾ അതേ സമയം തന്നെ മണിയടിക്കുന്നു, മന്ത്രങ്ങൾ മുഴങ്ങുന്നു. ഇതെന്താക്കുന്നു? നമ്മുടെ ചിത്തത്തെ നിശ്ചലമാക്കുന്നു. അതുവരയ്ക്ക് നമ്മൾ വേറെന്തൊക്കെയോ ചിന്തിച്ചുകൊണ്ടിരുന്നു, അടുത്തുള്ള ആളുകളോട് പരദൂഷണം പറഞ്ഞുകൊണ്ടിരുന്നു. പെട്ടെന്നാണ് അതാ മണിയടി കേൾക്കുന്നത്. ഭയങ്കരമായിട്ടുള്ള മണിയടി, മന്ത്രജപങ്ങൾ എല്ലാം കൂടി ആയപ്പോഴേക്കും നമ്മൾ നമ്മുടെ ലോകചിന്തകളെല്ലാം വിട്ട് നമ്മൾ വീട്ടിലെ ചിലപ്പോൾ അടുക്കളയിലത്തെ കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരിക്കാം, അല്ലെങ്കിൽ കുട്ടികളെക്കുറിച്ചോ പേരക്കുട്ടികളെക്കുറിച്ചോ ഭർത്താവിനെക്കുറിച്ചോ അമ്മായിയമ്മയെക്കുറിച്ചോ ഒക്കെ ചിന്തിച്ചുകൊണ്ടിരുന്നതായിരിക്കാം. അതൊക്കെ വിട്ട് ഒരു സഡൻ മനസ്സിനെ നിശ്ചലമാക്കി ആ മണിയടി നമ്മളെ മനസ്സിൻ്റെ ചിത്തവൃത്തികളെല്ലാം നിർത്തി ഇവിടേക്ക് തിരിച്ചു, ഭഗവാനിലേക്ക് തിരിച്ചു. കുറച്ചു നേരം ശാന്തി, ഭഗവാനെ കാണുമ്പോഴുള്ള ആനന്ദം. അവിടെ പുറത്ത് കണ്ട അതേ ഭഗവാനെ ഉള്ളിലും കാണുന്നു. ഒരു ധന്യത കുറച്ചു നേരത്തേക്ക്. അത് കഴിഞ്ഞ് തിരിച്ചു പോകുന്നു. തിരിച്ചു പോയപ്പോൾ വീണ്ടും തിരിച്ചു പോരുമ്പോൾ വീണ്ടും ആ ചെരുപ്പ് അങ്ങോട്ട് ഇടുമ്പോഴേക്കും വിക്ഷേപങ്ങൾ തുടങ്ങി. മനസ്സിലെ ഈ വൃത്തികൾ ഇളകാൻ തുടങ്ങി എന്നർത്ഥം. ബഹിർമുഖത തുടങ്ങി. അപ്പോൾ പ്രശ്നങ്ങളായി. അപ്പോൾ എപ്പോഴും ക്ഷേത്രത്തിൻ്റെ മുമ്പിൽ നിൽക്കാനും എപ്പോഴും ദീപാരാധനയായിട്ട് പറ്റുമോ? അതൊക്കെ ഒരു അല്പനേരത്തേക്ക് നമുക്കൊരു ടേസ്റ്റ് തരണം. ഒന്ന് സ്വാദ് നോക്കൂ. എല്ലാ ചിത്തവൃത്തികളെയും ഉപേക്ഷിച്ചുകൊണ്ട് അല്പനേരം ഭഗവാനെ ചിന്തിച്ചു നോക്കൂ. ഭഗവാനെ തന്നെ കണ്ടു നോക്കൂ. ഭഗവത് സ്മരണയിൽ തന്നെ നിൽക്കൂ. എന്നിട്ട് അന്തർമുഖരായി നിൽക്കൂ. എന്തൊരു സുഖം കിട്ടുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് കൂടുതൽ പ്രൊലോങ് ചെയ്യണമെങ്കിൽ, ഈ അനുഭവം നിങ്ങൾക്ക് കൂടുതൽ നേരം നിൽക്കണമെങ്കിൽ വീട്ടിൽ ചെന്ന് അഭ്യസിക്കൂ. വീട്ടിൽ ചെന്ന് എപ്പോഴും ഭഗവത് ചിന്ത മനസ്സിൽ നിൽക്കാനും അതിലൂടെ ബഹിർമുഖത വെടിഞ്ഞ് അന്തർമുഖത ശീലിക്കാനും
ഉള്ളിൽ ധ്യാനനിഷ്ഠരായി ഭഗവാന്റെ തത്വം അനുഭവിച്ചുകൊണ്ട് ഭഗവാനെ അറിഞ്ഞുകൊണ്ട് ഇരിക്കാനും പരിശീലിക്കുക. ഇതാണ് അപ്പോൾ ധ്യാനത്തിൻ്റെ ഒരു ചെറിയ ടേസ്റ്റാണ് ക്ഷേത്രങ്ങളിൽ ഈ ദീപാരാധന സമയത്തൊക്കെ നമുക്ക് ലഭിക്കുന്നത്. അതിനെ കൂടുതൽ നേരത്തേക്ക് നമ്മൾക്ക് അനുഭവിക്കാൻ വേണ്ടിയിട്ടാണ് ധ്യാന പരിശീലനം. ഇതേപോലെ ചിത്തത്തെ നിരോധിക്കാൻ വേണ്ടി, ചിത്തത്തിൻ്റെ ബഹിർമുഖമായിട്ടുള്ള സഞ്ചാരം നിയന്ത്രിക്കാൻ വേണ്ടി യോഗ ചിത്തവൃത്തി നിരോധ. ആ ധ്യാനത്തിൽ നിന്നാണ് സമാധി. അപ്പോൾ യോഗം എന്ന് പറഞ്ഞുല്ലോ, അഷ്ടാംഗ യോഗം. സാഖ്യം, സാഖ്യം എന്ന് പറഞ്ഞാൽ ജ്ഞാനമാർഗം എന്നർത്ഥം. വിവേകപൂർണമായിട്ടുള്ള വിചാരമാർഗം, അതാണ് സാഖ്യം. നന്നായി കാണുക, നന്നായി കാര്യങ്ങളെ വ്യക്തമായി ഗ്രഹിക്കുക. അപ്പൊ ജ്ഞാനമാർഗം അഥവാ പ്രകൃതി പുരുഷ ആത്മ അനാത്മ വിവേകം ചെയ്ത് ആത്മാവിനെ വേണ്ടതുപോലെ തിരിച്ചറിഞ്ഞ് ആത്മനിഷ്ഠരായിരിക്കുക, ബഹിർമുഖത കുറയ്ക്കുക. അപ്പൊ അതും സാഖ്യം എന്നുള്ളത് ബുദ്ധി ഉപയോഗിച്ചുകൊണ്ടുള്ള അന്തർമുഖതയെ പരിശീലിക്കലാണ്. യോഗം എന്നുള്ളത് ശരീരത്തെ നിയന്ത്രിച്ചുകൊണ്ട് മനസ്സിനെ നിയന്ത്രിക്കലാണെങ്കിൽ സാഖ്യം ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് മനസ്സിനെ നിയന്ത്രിക്കലാണ്. ത്യാഗ എന്ന് പറഞ്ഞു. അപ്പോൾ ത്യാഗം എന്നുള്ളത് കർമ്മത്യാഗം, കർമ്മഫലത്യാഗം, സന്യാസം എന്നൊക്കെ അർത്ഥം തന്നെയാണ്. അപ്പോൾ സന്യാസം എന്നുള്ളതായിട്ടുള്ള ജീവിതമാർഗം, എല്ലാ കർമ്മങ്ങളെയും ത്യജിച്ച് മനസ്സിനെ, കർമ്മങ്ങൾ ചെയ്യുന്തോറും മനസ്സ് അജിറ്റേറ്റഡ് ആയിക്കൊണ്ടിരിക്കും. എന്തെല്ലാം പദ്ധതികൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടോ, എത്രത്തോളം നമ്മൾ ഓരോരോ പ്രോജക്റ്റിനോടും കമ്മിറ്റഡ് ആണോ, അത്രത്തോളം മനസ്സ് കലുഷിതമായിരിക്കും, ബഹിർമുഖമായിരിക്കും. അതുകൊണ്ടാണ് ധ്യാനം പരിശീലിക്കുന്നവർക്ക് കർമ്മങ്ങളിൽ നിന്ന് പതുക്കെ പിൻവലിഞ്ഞാൽ മാത്രമേ അതിൽ നിഷ്ഠ കിട്ടുള്ളൂ. കർമ്മങ്ങൾ ഒരേ സമയം ചടുലമായി സ്വാർത്ഥതയോടെ അഹങ്കാരത്തോടെ ഫല ആസക്തിയോടെ ചെയ്യുകയും അതേസമയം ധ്യാനിക്കുകയും ചെയ്യുക എന്നുള്ളത് പരസ്പര വിരുദ്ധങ്ങളായിട്ടുള്ള പ്രവർത്തനങ്ങളാണ്. കുറേ ദൂരം തെക്കോട്ടോടുന്നു, ഉടനെ തന്നെ തിരിഞ്ഞ് വടക്കോട്ടോടുന്നു, ഭ്രാന്തനെ പോലെ. അപ്പോൾ എന്തു വേണം? മനസ്സ് ധ്യാനത്തിൽ ശാന്തമായി നിഷ്ഠയോടുകൂടി ആത്മാഭിമുഖമായി അന്തർമുഖമായി ഇരിക്കണമെങ്കിൽ ബഹിർമുഖത കുറയണം. ബഹിർമുഖത കുറയ്ക്കാൻ കർമ്മങ്ങൾ, ഉത്തരവാദിത്വങ്ങളൊക്കെ കുറച്ചു കൊണ്ടുവരണം. അങ്ങനെ നിങ്ങൾ പതുക്കെ സന്യാസ മാർഗത്തിലേക്ക് വരും. അത് കർമ്മങ്ങൾ ഏറ്റവും ചുരുങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഉത്തരവാദിത്വ കർമ്മങ്ങളൊന്നുമില്ല. നമ്മൾക്ക് ഇന്നത് ചെയ്തേ പറ്റൂ എന്നുള്ളതായിട്ടുള്ള കർത്തവ്യങ്ങളില്ല. അങ്ങനെ ആവുമ്പോൾ മനസ്സ് അത്യന്തം ശാന്തമാകും. ദിവസവും നമ്മൾ പരിശീലിക്കുന്നുണ്ട്. നമ്മുടെ പണികളെല്ലാം കഴിഞ്ഞു കഴിഞ്ഞാലേ നമുക്ക് മനസ്സ് ശാന്തമായിട്ട് നല്ല ഉറക്കം വരുള്ളൂ. അന്ന് വൈകുന്നേരം വരെയും ചെയ്തു തീർക്കേണ്ട കർമ്മങ്ങളൊക്കെ ചെയ്തു, അടുക്കളയിൽ ഭക്ഷണം കഴിക്കാനുള്ളതൊക്കെ കഴിച്ച് പാത്രങ്ങളൊക്കെ കഴുകി വെച്ചു, ലൈറ്റുകളൊക്കെ ഓഫ് ചെയ്തു, ഗ്യാസൊക്കെ നല്ലോണം ഓഫ് ചെയ്ത് താഴെയും കൂട്ടി, വാതിലുകളൊക്കെ അടച്ചു, ലൈറ്റുകളൊക്കെ ഓഫ് ചെയ്ത് കഴിഞ്ഞു. അപ്പോഴാണ് മനസ്സിന് ഒരു ശാന്തി. ആ മനസ്സിന് ശാന്തി വരുന്നതോട് കൂടിയിട്ട് നമുക്ക് ബോധ്യം വന്നു കഴിഞ്ഞാൽ ഉറക്കം സുഖമായിട്ട് ലഭിക്കും. അതല്ലെങ്കിൽ ഉറങ്ങാൻ കിടന്നു കഴിഞ്ഞാൽ ഉടനെ ഇതൊക്കെ ചിന്ത വരും. അല്ലേ, പാത്രം കഴുകിയില്ലല്ലോ, ഭക്ഷണം കഴിച്ച പാത്രങ്ങളൊക്കെ അങ്ങനെ തന്നെ ഇരിക്കണം, നാളെ രാവിലെ കഴുകാമെന്ന് വിചാരിച്ചാൽ അതിലൊക്കെ പ്രാണികളൊക്കെ വന്നു ചേരും. എലിയൊക്കെ വിളയാട്ടമുള്ള സ്ഥലമാണെങ്കിൽ എലിയൊക്കെ വന്ന് നക്കിയിട്ട് പോകും, ഉറുമ്പ് വന്നിരിക്കും. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് ഹിംസയോടുകൂടി തുടങ്ങേണ്ടി വരും കർമ്മങ്ങൾ. ഈ പ്രാണികളെയൊക്കെ കൊന്നിട്ട് വേണം രാവിലത്തെ കർത്തവ്യങ്ങൾ ആരംഭിക്കാൻ. ആദ്യം കുറെ ഉറുമ്പിനെ കൊല്ലുക. കാരണം എന്താ? രാത്രി ഭക്ഷണം കഴിച്ചിടത്തൊന്നും തുടച്ചില്ല,
ഭക്ഷണം കഴിച്ച പാത്രങ്ങളൊന്നും കഴുകിയില്ല. അതൊക്കെ അങ്ങനെ ഇട്ടിട്ട് പോയി. ഡൈനിങ് ടേബിളിൽ വെച്ചിരുന്ന പാത്രങ്ങൾ അടച്ചുപോലും വെക്കില്ല പലരും. അങ്ങനെ ശീലിച്ചിട്ടേ ഇല്ല. എല്ലാം തുറന്ന് ഇട്ടിട്ടുണ്ടാവും. അതിലിട്ടിട്ടുള്ള കൈലുകളും സ്പൂണുകളും ഒക്കെ അങ്ങനെ തന്നെ ഉണ്ടാവും. നല്ല സാധനങ്ങൾ പോലും പാഴായി പോകും. വല്ല ജന്തുക്കളും ഭക്ഷിച്ചിട്ടോ അല്ലെങ്കിൽ ഈ സ്പൂണും കയ്യിലും ഒക്കെ ഇട്ട് തുറന്നിട്ടതുകൊണ്ട് അത് വളിച്ചും പുളിച്ചും പോകും. നേരെ മറിച്ച് അതിനെ മര്യാദയ്ക്ക് അടച്ചു വെച്ചിരുന്നെങ്കിൽ പിറ്റേ ദിവസവും വേണമെങ്കിൽ ഉപയോഗിക്കാവുന്ന സാധനങ്ങളായിരുന്നിരിക്കും. അല്ലെങ്കിൽ ഫ്രിഡ്ജിലെടുത്ത് വെച്ചാൽ ഉപയോഗിക്കാമായിരുന്നു. പലതും പല രീതിയിൽ അല്ലേ. ഇഞ്ചിപ്പുളി, നാരങ്ങ, മാങ്ങ മുതലായതൊക്കെ ഉപ്പിലിട്ടതൊക്കെ നമ്മൾ അടച്ചു വെച്ചില്ലെങ്കിൽ അത് പിറ്റേ ദിവസത്തേക്ക് ഒന്നിനും കൊള്ളില്ല. പലതും ബാധിക്കും. അതുപോലെ പലതും. അപ്പൊ ഇതൊക്കെ രാത്രി ചെയ്തിരുന്നാൽ മനസ്സ് ശാന്തമായി ഉറങ്ങാൻ തയ്യാറായി. ഇതുപോലെ തന്നെയാണ് ധ്യാനവും. നമ്മൾ നമ്മുടെ കർത്തവ്യങ്ങളൊക്കെ ചെയ്ത് ഫ്രീ ആയി. ഇനിയിപ്പോൾ ഈ നിമിഷം കുറച്ച് നേരത്തേക്ക് എനിക്കൊന്നും ചെയ്യാനില്ല, ഞാൻ എൻ്റെ എല്ലാ കർത്തവ്യങ്ങളും ഒരു 2 മണിക്കൂർ നേരത്തേക്കുള്ളതെല്ലാം കഴിച്ചിരിക്കണം. ഇനി 2 മണിക്കൂർ ഞാൻ ഫ്രീ ആണ്. അപ്പൊ 2 മണിക്കൂർ ഫ്രീ ആണെങ്കിൽ അരമണിക്കൂറെങ്കിലും ധ്യാനിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ലല്ലോ. അപ്പൊ ചെന്നിരുന്ന് ധ്യാനിക്കാം. അതിനാണ് ബ്രാഹ്മ മുഹൂർത്തത്തിൽ എഴുന്നേറ്റ് ധ്യാനിക്കാൻ പറയുന്നത്. ബ്രാഹ്മ മുഹൂർത്തത്തിൽ എഴുന്നേൽക്കുമ്പോൾ പണികളൊന്നും തുടങ്ങേണ്ട സമയമായിട്ടില്ല. മറ്റുള്ളവരൊക്കെ കിടന്നുറങ്ങണം, അവരെ ഉപദ്രവിക്കലാവും അല്ലേ. ഇപ്പോഴത്തെ പുതിയ തലമുറകൾക്ക് 8 മണി വരെ 9 മണി വരെ ഉറങ്ങണം. അപ്പോൾ വീട്ടിൽ ആരെങ്കിലും പണിയെടുക്കുന്ന ശബ്ദങ്ങൾ, പാത്രങ്ങൾ കൂട്ടിമുട്ടുന്ന ശബ്ദമൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഇറിറ്റേറ്റഡ് ആവും. അവർ ചീത്ത വിളിക്കാൻ തുടങ്ങുന്നു. ഒന്ന് ഉറങ്ങാനും സമ്മതിക്കില്ല. ഞാനിപ്പോൾ അടുത്ത് ഒരു കുട്ടിക്ക് കൗൺസിലിംഗ് കൊടുക്കേണ്ടി വന്നു. എന്താണ്, ആ കുട്ടിയുടെ വീട്ടിൽ ദിവസവും രാവിലെ 5 മണിക്ക് എഴുന്നേറ്റ് ശീലിച്ച് വീടൊക്കെ അടിച്ചു വാരുക, വൃത്തിയാക്കുക, പാത്രങ്ങൾ കഴുകുക, എല്ലാം റെഡിയായി കുളിച്ച് സ്വയം തയ്യാറായി കുറച്ചു നേരം നാമജപമൊക്കെ കഴിഞ്ഞിട്ടാണ് മറ്റു കാര്യങ്ങളിലേക്ക് അടുത്തുള്ള ക്ഷേത്രത്തിൽ പോകും. അങ്ങനെയൊക്കെ ശീലിച്ച കുട്ടിക്കുണ്ടോ രാവിലെ 5 മണി കഴിഞ്ഞാൽ ഉറങ്ങാൻ പറ്റുന്നു? അത് എഴുന്നേൽക്കും, അതിൻ്റെ റുട്ടീനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പോൾ വീട്ടിൽ അമ്മായിയപ്പനും അമ്മയും കിടന്നാണ് ശീലം. വേറെ ഭർത്താവിൻ്റെ അനുജൻ, ഭർത്താവ്, എല്ലാവരും 8 മണി വരെ കിടന്നുറങ്ങുന്നവരാണ്. അപ്പോൾ അവർ ചീത്ത വിളിക്കുക, മര്യാദയ്ക്ക് കിടന്നുറങ്ങാൻ നോക്ക്, ഞങ്ങളെയൊക്കെ ഒന്ന് ഉറങ്ങാൻ സമ്മതിക്കുക, പിന്നെ എണീച്ചാൽ മതി, പണികളൊക്കെ പിന്നെ നോക്കിയാൽ മതി. ഇങ്ങനെയുള്ള ആൾക്കാരും ഉണ്ട്. മറ്റേ തിരിച്ചാണ് നമ്മൾ എല്ലായിടത്തും കണ്ടിട്ടുള്ളത് അല്ലേ. അമ്മായിയമ്മയും മറ്റുമൊക്കെ നേരത്തെ എഴുന്നേറ്റ് വീടൊക്കെ അടിച്ചു കളിക്കുമ്പോൾ മരുമക്കൾ കിടന്നുറങ്ങും, അവരെ വിളിച്ചുണർത്താനാണ് പണി. ഇത് തിരിച്ചാണ്. ഇങ്ങനെയുണ്ട് ലോകം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അങ്ങനെ എഴുന്നേറ്റ് ശീലമുള്ളവർ പരമാവധി മറ്റുള്ളവർക്ക് ഒരു ശല്യം ഉണ്ടാവാത്ത രീതിയിൽ ശബ്ദങ്ങളൊന്നും ഉണ്ടാക്കാതെ അവർ കിടക്കുന്ന വാതിലും അടച്ച് അടുക്കളുടെ വാതിലും ഒക്കെ അടച്ച് ശബ്ദം പരമാവധി അവരിലേക്ക് എത്തുന്നതിനെ കുറയ്ക്കണം. കാരണം ഇപ്പോഴത്തെ ആളുകളൊക്കെ രാത്രി 11 മണിക്കാണ് ഡിന്നർ കഴിക്കുന്നത്, ഉറങ്ങുന്നത് 12-നും 1 മണിക്കും ഒക്കെയാണ്. അപ്പോൾ അവർക്ക് 8 മണി വരെ കിടന്നുറങ്ങണം. അതാണ് ഇപ്പോഴത്തെ ശീലം. TV സീരിയലുകളും സിനിമയും ഒക്കെ കണ്ടിങ്ങനെ നേരം കളയും. അപ്പോൾ നമ്മുടെ കുട്ടികളെ നല്ല ശീലങ്ങൾ പഠിപ്പിച്ചാൽ അതും പ്രയാസമായിട്ട് മാറുന്ന കാലം അല്ലേ. എന്തൊക്കെയാ ലോകത്ത്, എങ്ങനെയാണ്. ഇതെല്ലാം പരസ്പരം നല്ലോണം ആലോചിച്ചിട്ടേ കുട്ടികളെ കല്യാണം കഴിക്കാൻ പാടുള്ളൂ. പോകുന്ന വീട്ടിലുള്ളവരുടെ സ്വഭാവം എന്താണ്, അതുമായിട്ട് നമ്മുടെ കുട്ടികളുടെ ശീലങ്ങൾ ശരിയാവുമോ, അവർക്ക് അവിടെ പോയാൽ ബുദ്ധിമുട്ടുണ്ടാവുമോ എന്നൊക്കെ നല്ലോണം ആലോചിച്ചിട്ട് വേണം ചിന്തിക്കാൻ.
അപ്പോൾ ബ്രാഹ്മ മുഹൂർത്തത്തിൽ പണ്ട് എഴുന്നേൽക്കാൻ പറഞ്ഞത് എന്താ വെച്ചാൽ ആ നേരത്ത് നമുക്ക് ധ്യാനിക്കാനിരുന്നാൽ നമുക്ക് മനസ്സ് ശാന്തമായിരിക്കും. കാരണം അജിറ്റേഷൻ തുടങ്ങിയിട്ടില്ല, അടുത്ത കമ്മിറ്റ്മെന്റ് ആയിട്ടില്ല. നേരം വെളുത്താലേ കമ്മിറ്റ്മെന്റ് ഉള്ളൂ. അപ്പോൾ ശാന്തമായ മനസ്സുകൊണ്ട് ഭഗവാനെ ധ്യാനിക്കാം. അപ്പൊ ഇങ്ങനെയൊക്കെ എന്താണ് ത്യാഗഃ തപഃ. തപഃ എന്ന് പറഞ്ഞാൽ സ്വധർമാനുഷ്ഠാനം. ഓരോരുത്തരും അവരവരുടെ വർണ്ണാശ്രമങ്ങളിൽ വിധിച്ചിരിക്കുന്ന അവനവന്റെ റോള് ഭംഗിയായിട്ട് നിർവഹിക്കുക. അവനവന്റെ ധർമാനുഷ്ഠാനമാണ് തപഃ. ദമഃ എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയ നിയന്ത്രണം. സത്യം എന്ന് പറഞ്ഞാൽ യഥാർത്ഥ ഭാഷണം. ഇതൊക്കെ മനസ്സിനെ ശാന്തമാക്കാനുള്ളത്. നമ്മൾ നുണ പറഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? നുണ പറഞ്ഞാൽ എപ്പോഴും നമ്മുടെ മനസ്സ് അജിറ്റേറ്റഡ് ആയിരിക്കും. എന്താ കാരണം? ഞാൻ പറഞ്ഞ നുണ കണ്ടുപിടിക്കപ്പെടുമോ എന്ന്. നേരെ മറിച്ച് സത്യമാണെന്ന് പറഞ്ഞാൽ അവന് വല്ല അസ്വസ്ഥതയുണ്ടോ? അപ്പൊ നമ്മൾ നിസ്സാര കാര്യങ്ങൾക്കൊക്കെ വേണ്ടി നുണ പറയാറുണ്ട്. അതൊക്കെ മാറ്റിവെക്കുക. അത് നമുക്ക് കൂടുതൽ മനസ്സിന് അശാന്തി നൽകുന്നതാണ്. അപ്പൊ സത്യം, ദമഃ ഇന്ദ്രിയ നിയന്ത്രണം. ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചിട്ടില്ലെങ്കിൽ എന്താണ്? കണ്ടതും കേട്ടതും ഒക്കെ വീണ്ടും വീണ്ടും നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ അതിന്റെ സ്വാധീനം നമ്മളെ ഉണ്ടാക്കും. ഇപ്പൊ നമ്മൾ പരസ്യങ്ങൾ ഇഷ്ടംപോലെ മാധ്യമങ്ങളിൽ വരുന്നുണ്ട്. അതിനെ നിരന്തരം കണ്ടുകൊണ്ടിരുന്നാൽ എന്താ അവസ്ഥ? അല്ലേ? നമുക്കെല്ലാം വേണമെന്ന് തോന്നും. ആവശ്യമില്ലെങ്കിലും വേണം തോന്നും. ഒന്നും ആവശ്യമില്ല, എല്ലാം ഉണ്ട് നമുക്ക്. ഒന്നിന് രണ്ടായിട്ട് തന്നെ ഉണ്ട്, അല്ലെങ്കിൽ നാലായിട്ടുണ്ട് ചില കാര്യങ്ങളൊക്കെ. വീട്ടിലെ ഉപകരണങ്ങൾ വേണോ? അതെല്ലാം ധാരാളമുണ്ട്. എല്ലാം രണ്ട് വെച്ചുണ്ട്. ഫ്രിഡ്ജ് രണ്ടുണ്ട്, ടി വി ഓരോ റൂമിന് ഓരോന്നുണ്ട്, മിക്സി രണ്ടെണ്ണം ഉണ്ട്. ബാക്കി പാത്രങ്ങളും കുക്കറുകളും ഒക്കെ ആവശ്യത്തിലധികം കൂട്ടി വെച്ചിട്ടുണ്ട്. സ്റ്റോറിൽ വേറെ, ഷോക്കേസിൽ വേറെ, ഉപയോഗിക്കുന്നത് വേറെ, ഇങ്ങനെ ഇഷ്ടം പോലെയുണ്ട്. ഇതെല്ലാം ഉണ്ട്. എന്നാലും പരസ്യങ്ങൾ ഇങ്ങനെ കാണും തോറും അത് നമ്മളെ ടെംപ്റ്റ് ചെയ്യും. ഇതും കൂടി വാങ്ങിച്ചോളൂ, അതിന്റെ കുറവുണ്ട്, ഇത് നല്ലതാണ്. ഇങ്ങനെ അതിലൊക്കെ ആ ആഗ്രഹം വരും, നമുക്ക് ആസക്തി വരും. അല്ലേ? ഓരോ സീസണുകളിൽ, ഉത്സവ സീസണുകൾ, ഇപ്പൊ റംസാൻ സീസണാണ്, അല്ലെങ്കിൽ മാർച്ച് മാസം അവസാനിക്കുകയാണ്. അപ്പൊ ഇതിന്റെയൊക്കെ പേര് പറഞ്ഞിട്ട് നമ്മളെ പറ്റിക്കാൻ വേണ്ടി പല സ്കീമുകളും പറയും. ഇതാ ഏപ്രിൽ മാസം വില കൂടാൻ പോവുകയാണ് എന്ന സാധനത്തിന്, ഇപ്പൊ തന്നെ വാങ്ങിച്ചോളൂ. അപ്പൊ നമ്മുടെ ഉള്ളില് ടെംപ്റ്റേഷൻ, അയ്യോയ്യോ ഏപ്രിൽ മാസത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ വില കൂടിയാലോ, അതുകൊണ്ട് മാർച്ചിൽ തന്നെ വാങ്ങിക്കണം. അല്ലെങ്കിൽ റംസാൻ സീസൺ കഴിഞ്ഞു പോയാൽ, റംസാന്റെ ആനുകൂല്യം പോയാലോ, ബോണസ് പോയാലോ, ഓണം സീസണിൽ വാങ്ങേണ്ടത് ഓണം സീസണിൽ വാങ്ങിയാലേ ഡിസ്കൗണ്ട് കിട്ടുള്ളൂ. ഓണം സെയിലാണ്, ആടി സെയിലാണ്, അല്ലേ? കർക്കിടക മാസത്തിൽ തമിഴ്നാട്ടിലൊക്കെ ഉള്ള സെയിലാണ് ആടി സെയിൽ. ദീപാവലിക്ക് ദീപാവലി സെയിൽ. ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് കച്ചവടക്കാരെ നമ്മളെ പറ്റിച്ചുകൊണ്ടിരിക്കുക. വാസ്തവത്തില് ഒരു വിലയില്ലാത്ത സാധനങ്ങൾ ആ സമയത്ത് അവര് ഇങ്ങനെ വില കൂട്ടിക്കാണിച്ച്, ഡിസ്കൗണ്ട് കാണിച്ച് നമ്മളെ പ്രലോഭിപ്പിച്ച് വിറ്റഴിക്കും. അക്ഷയ തൃതീയ വരുന്നുണ്ട്. വാസ്തവത്തിൽ ഇതിന്റെയൊക്കെ ഏത് സാധനവും നമ്മൾ അതിന്റെ സോഴ്സിലേക്ക് അന്വേഷിച്ച് ചെന്നാൽ 4-1 വിലയുണ്ടാവുള്ളൂ. ഇപ്പൊ ഈ ഡ്രസ് മെറ്റീരിയൽസ് ഒക്കെ അതിന്റെ പ്രൊഡക്ഷൻ സെന്റേഴ്സിൽ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ, ഇപ്പോൾ കോയമ്പത്തൂരിൽ തിരുപ്പൂര്, അവിനാശി, അല്ലെങ്കിൽ ഈരോട്, ഇവിടെയൊക്കെ ധാരാളം മില്ലുകളും റെഡിമെയ്ഡ് സെന്റേഴ്സും വീവേഴ്സും എല്ലാം ഉണ്ട്. അവിടെ നിന്നുള്ള സാധനം നമ്മുടെ അടുത്തുള്ള ഷോറൂമിലേക്ക് എത്തുമ്പോഴേക്കും 2-3 കൈമറിഞ്ഞ് 3 ഇരട്ടിയോ 4 ഇരട്ടിയോ ആയിട്ടുണ്ടാവും വില. അവിടെ പോയാൽ 150 രൂപയ്ക്കോ 200 രൂപയ്ക്കോ കിട്ടുന്ന സാധനം നമ്മുടെ അടുത്തുള്ള കടയിൽ ഷോ കേസിൽ വരുമ്പോഴേക്കും 800-900 എന്നിട്ട് ലേബർ ഇട്ടിച്ച് വെച്ചിട്ടുണ്ടാവും. എന്നിട്ടാണ് നമുക്ക് ഡിസ്കൗണ്ട് തരുന്നത്. ഇതൊക്കെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ, ഈ വഞ്ചനകൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ളത് മാത്രമേ നമ്മൾ വാങ്ങുള്ളൂ.
ആവശ്യമില്ലാത്തതിനെ കുറിച്ചൊന്നും നമ്മൾ പരിഗണിക്കുകയേ ഇല്ല. അപ്പൊ കണ്ണ് തുറന്നിരുന്നാലോ കാത് തുറന്നിരുന്നാലോ ഈ പരസ്യങ്ങൾ നമ്മളെ വന്ന് മാടി മാടി വിളിക്കും. അതുകൊണ്ട് എന്ത് വേണം? ദമം ശീലിക്കണം. അപ്പൊ ഇതൊക്കെ ഇങ്ങനെയുള്ള പണ്ടത്തെ ആളുകള് ഇങ്ങനെയുള്ളതിലൊന്നും ശ്രദ്ധിച്ചിരുന്നില്ല. അവര് നല്ല നിയന്ത്രണമുള്ളവരായിരുന്നു, ഡിസിപ്ലിൻഡ് ആയിരുന്നു. അപ്പൊ ഇതൊക്കെ സമാംനായം, യോഗം, സാങ്ക്യം, ത്യാഗ, തപഃ, ദമഃ, സത്യം, ഇതെല്ലാം മനീഷിണാം ഏതദന്തഃ ചിത്തവൃത്തി നിരോധാന്തഃ, ചിത്തവൃത്തി നിരോധ പര്യന്തം മാത്രം. അതിനു വേണ്ടിയിട്ടാണ് അവരിതെല്ലാം അഭ്യസിച്ചിരുന്നത്. അവരുടെ മനസ്സിനെ പിടിച്ചടക്കാൻ വേണ്ടിയിട്ടാണ് ഈ അഭ്യാസങ്ങളൊക്കെ ചെയ്തത്. ഏതുപോലെ സമുദ്രാന്തായിവാപഗാഹ. ആപഗാഹ എന്ന് പറഞ്ഞാൽ വെള്ളമാണ്. ആപഗാഹ വെള്ളം വഹിച്ചു കൊണ്ടുപോകുന്ന നദികൾ, നദികളുടെ പര്യായമാണ്. ആപഹ എന്നും പറയാം, ആപഗാഹ എന്നും പറയാം. ആപഹ എന്ന് പറഞ്ഞാലും നദികൾ എന്നർത്ഥമാണ്. നമ്മുടെ ഭഗവത്ഗീതയിൽ ആപഹ എന്ന് തന്നെയാണ് പ്രയോഗിക്കുന്നത്. ആപൂര്യമാണമചലപ്രതിഷ്ഠം സമുദ്രമാപഃ പ്രവിശന്തി യദ്വത് തദ്വത്കാമായം പ്രവിശന്തി സർവേ സശാന്തിമാപ്നോതി ന കാമകാമീ. ആപഹ പ്രവിശന്തി യദ്വത്, സമുദ്രം. അപ്പൊ ഇവിടെയും ആപഗാഹ വെള്ളത്തെ ഗമിപ്പിക്കുന്ന നദികൾ സമുദ്രാന്താഹ ഇവ. സമുദ്രാന്തം ആണ് അവരുടെ ഓട്ടം. നദികളൊക്കെ എവിടെ ചെന്ന് അവസാനിക്കുന്നു? സമുദ്രത്തിൽ ചെന്ന് അവസാനിക്കുന്നു. സമുദ്രത്തിന്റെ അപ്പുറത്തേക്ക്, ഈ സമുദ്രം കടന്ന് എനിക്ക് അപ്പുറത്തേക്ക് പോകണമെന്ന് ഏതെങ്കിലും നദികൾ വിചാരിക്കുവോ? സമുദ്രത്തിൽ പോയിട്ട് എന്തെങ്കിലും കാണിക്കാനുണ്ടോ ഈ നദികൾക്ക്? ഒന്നും ചെയ്യാനില്ല. സമുദ്രത്തിൽ എത്തുന്നതോടുകൂടി അതിന്റെ ധർമ്മം അവസാനിച്ചു. നാമരൂപങ്ങളെല്ലാം വെടിഞ്ഞ് സമുദ്രവുമായി ഒന്നായി തീർന്നു. ഇനി നദികൾക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. നദി സ്വയം സമുദ്രമായി തീരുന്നു. അപ്പൊ ഇതുപോലെയാണ് നമ്മുടെ ചിത്തവൃത്തികളെ നിരോധിക്കാൻ വേണ്ടിയിട്ടാണ് ഈ നദികൾ എന്ന് പറഞ്ഞാൽ ഈ സാധനാ മാർഗങ്ങളെല്ലാം നദികളായിട്ട് ഉപമിച്ചിരിക്കുകയാണ്. എങ്ങനെയാണോ അല്ലെ എല്ലാ ഭാഗത്തു നിന്നും ഉത്ഭവിക്കുന്നതായിട്ടുള്ള നദികൾ ഒരേപോലെ സാഗരത്തിൽ ചെന്ന് വിലയം പ്രാപിച്ച് ഒന്നായിത്തീരുന്നത്, അതുപോലെ എല്ലാ സാധനകളും ഒരേ ലക്ഷ്യത്തോടു കൂടിയതാണ്, ചിത്തവൃത്തി നിരോധം എന്ന ലക്ഷ്യത്തോടു കൂടി. ആ ചിത്തവൃത്തി നിരോധം സാധിച്ചു കഴിഞ്ഞാലോ പിന്നെ നമുക്ക് വളരെ എളുപ്പമാണ് ആത്മജ്ഞാനനിഷ്ഠ നേടാനായിക്കൊണ്ട്. ജ്ഞാനനിഷ്ഠയ്ക്ക് വളരെ എളുപ്പമാണ്. അപ്പോൾ അതിനാണ് ഇതെല്ലാം അഭ്യസിക്കുന്നത്. അപ്പോൾ മനസ്സിനെ നിയന്ത്രിക്കലാണ് എല്ലാ സാധനകളുടെയും ലക്ഷ്യം. അത് ഈ ഗോപികമാർക്ക് സാധിച്ചിരിക്കുന്നു. അവർ വേറൊന്നിലും മനസ്സ് പോകാതെ എപ്പോഴും ഭഗവാനെ തന്നെ ചിന്തിച്ചുകൊണ്ട് അവരുടെ മറ്റ് ചിത്തവൃത്തികളൊക്കെ അടങ്ങിയിരിക്കുന്നു. പക്ഷെ ഇപ്പോൾ ഭഗവാനെ അന്യനായി കാണുന്നത് കൊണ്ടുള്ള ആ ദോഷം കൊണ്ടുള്ള ചിത്തവൃത്തികളുണ്ട്. ആ ദോഷവും കൂടി നീങ്ങാനുണ്ട്. ഭഗവാനെ അന്യനായി കാണുന്ന, ഭഗവാനെ ആ ശരീരമായിട്ട് കാണുന്ന കൃഷ്ണൻ എന്ന് പറയുന്ന ആ മൂർത്തിയോടുള്ളതായിട്ടുള്ള അഭിനിവേശം അത് മാറി കൃഷ്ണൻ എന്ന തത്വത്തിലേക്കാവണം. അപ്പൊ ഇവിടെയാണ് ഭാഗവതം നമ്മളെ സഗുണത്തിൽ നിന്ന് നിർഗുണത്തിലേക്ക് കൊണ്ടുപോകുന്നത്. ഭാഗവതം ഭഗവാനെ ഉപാസിക്കാൻ, ഭഗവാനെ ആ സഗുണസ്വരൂപനായി അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത്, അല്ലേ? ഭഗവാൻ എന്ന് പറഞ്ഞാൽ തന്നെ ഗുണങ്ങളോട് കൂടിയവൻ എന്നാണ്. ഭഗങ്ങളോട് കൂടിയവൻ ഭഗവാൻ. എന്തൊക്കെയാ ഭഗങ്ങൾ? ഐശ്വര്യം, വീര്യം, യശസ്, ശ്രീ, ജ്ഞാനം, വൈരാഗ്യം ഇത്യാദി ഭഗങ്ങൾ എന്ന ഗുണങ്ങളാണ് ഭഗവാൻ. അപ്പൊ ഗുണങ്ങളിലൂടെ നമ്മളെ ആകർഷിച്ച് പിന്നെ നമ്മളെ ഗുണാതീതരാക്കി അഥവാ ഭഗവാന്റെ തത്വത്തിലേക്ക് ഉയർത്തുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഈ ഉപദേശങ്ങളൊക്കെ ഭഗവാന്റെ ഉപദേശം പോലും നിങ്ങൾ എന്റെ മൂർത്തിയെ ആരാധിച്ചത് മതി, ഇനി നിങ്ങൾ എന്റെ തത്വത്തെക്കുറിച്ച് ചിന്തിക്കൂ, തത്വത്തിലേക്ക് ഉയരൂ.
ഇത് എല്ലാവർക്കും ബാധകമാണ്. ജീവിതാവസാനം വരെ എന്താ പറയുക, ഗുരുവായൂർ ക്യൂവിൽ ചെന്ന് നിൽക്കാനും അല്ലെങ്കിൽ മറ്റുള്ള പൂജാദികളൊക്കെ തുറന്നുകൊണ്ടിരിക്കാനും, എന്നിട്ട് അതിൻ്റെ പേരിൽ അയ്യോ ഇന്ന് പോകാൻ പറ്റിയില്ലല്ലോ, ഇന്ന് കാണാൻ പറ്റിയില്ലല്ലോ, അല്ലെങ്കിൽ ഇന്ന് പൂജിക്കാൻ പറ്റിയില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് വിഷമിക്കാതിരിക്കാനും കരയാതിരിക്കാനും എന്തു വേണം? ഇതിനെയും അതിക്രമിക്കണം. ഇത്രയും കാലം ആചരിച്ചു കൊണ്ടിരുന്ന കാര്യങ്ങളെയൊക്കെ അതിക്രമിക്കണം. സഗുണോപാസനയിൽ നിന്ന് നിർഗുണമായിരിക്കുന്ന ആ തത്വത്തിലേക്ക് നമ്മുടെ ബുദ്ധിയെ, നമ്മുടെ മനസ്സിനെ ഉറപ്പിക്കണം. അത് തന്നെയാണ് ഭഗവാൻ ഗോപികമാരോട് പറയുന്നത്, നമ്മളോടും പറയുന്നത്. ഇതുവരെ സഗുണോപാസന ചെയ്യാത്തവർക്ക് ഇത് ബാധകമല്ലാട്ടോ. ഇതുവരെ എന്താ പറയുക, ഗുണഘോഷ്ടമേ പഠിച്ചിട്ടില്ലാത്ത കുട്ടികളോട് മാത്തമാറ്റിക്സ് PhD എടുത്ത ആളുകളോട് പറയുന്ന അതേ കാര്യം പറയാൻ പാടുള്ളൂ? മാത്തമാറ്റിക്സ് PhD എടുത്തിരിക്കുന്ന ആൾ ദിവസവും രാവിലെ എഴുന്നേറ്റ് ഗുണഘോഷ്ടം ചൊല്ലിക്കൊണ്ടിരിക്കേണ്ട ആവശ്യമുണ്ടോ? അല്ലെങ്കിൽ അതുപോലെയുള്ള ചെറിയ ചെറിയ മാത്തമാറ്റിക്കൽ അഭ്യാസങ്ങൾ ചെയ്തുകൊണ്ടിരിക്കേണ്ടതുണ്ടോ? അപ്പോൾ ഏത് വിഷയത്തിലും തുടക്കക്കാർക്കുള്ള ചില അഭ്യാസങ്ങളുണ്ട്. അതിൻ്റെ ഒരു വളർന്നു വരുന്ന ഓരോ സ്റ്റേജിലും അഭ്യാസങ്ങൾക്ക് മാറ്റമുണ്ട്. ഉയർന്ന തലത്തിൽ എല്ലാ അഭ്യാസങ്ങൾക്കും അതീതരാവണം ഏത് രംഗത്തും. എന്നിട്ട് അവനവന് ആവശ്യമുള്ള അഭ്യാസം തുടർന്നുകൊണ്ടിരിക്കാം. ഏറ്റവും മിനിമം അഭ്യാസം തുടർന്നുകൊണ്ടിരിക്കാം. യേശുദാസ് പാട്ടുകൊണ്ട് നേടാനുള്ളതൊക്കെ നേടിക്കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇതിനു മുകളിൽ എന്താ ലഭിക്കാനുള്ളത്? വേണമെങ്കിൽ വല്ല ഭാരതരത്നയൊക്കെ ഒപ്പിക്കാൻ പറ്റുമോ നോക്കണം. അല്ലെങ്കിൽ ലോകത്തിലേക്ക് വെച്ച് ഏറ്റവും വലിയ എന്തെങ്കിലുമൊക്കെ അവാർഡുകളൊക്കെ പറ്റുമോ എന്ന് നോക്കണം. ഒരുവിധം ഭാരതത്തിൽ ഇരുന്നു കൊണ്ട് സാധിക്കാനുള്ളതൊക്കെ സാധിച്ചു. പക്ഷെ എന്നിട്ടും അദ്ദേഹം ഈ പ്രായത്തിലും സംഗീതത്തിൻ്റെ ഒരു മിനിമം അഭ്യാസം, സാധന തുടരുന്നുണ്ടാവും ഞാൻ വിചാരിക്കുകയാണ്. കാരണം എപ്പോൾ വേണമെങ്കിലും അദ്ദേഹത്തിന് ഏത് പാട്ടും രാഗം തെറ്റാതെ, ശ്രുതി മാറാതെ പാടണമെങ്കിൽ ആ അഭ്യാസം വേണം. അതുപോലെ പല രംഗത്തുനിന്നും വിരമിച്ചവർ പോലും അവർ അത് തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും. എന്തിനാച്ചാൽ അതാണ് അവരെ നിലനിർത്തുന്നത്, അവരെ അവരാക്കി നിർത്തുന്നത്. അതുപോലെ ഈ ഒരു തലത്തിൽ എത്തിക്കഴിഞ്ഞവർ ഇതെല്ലാം ചെയ്യാം. നമ്മൾ മുമ്പ് ചെയ്തിരുന്ന പാഠങ്ങളൊക്കെ ഓർമ്മിച്ച് ചെറുതായിട്ടൊക്കെ അഭ്യസിക്കാം. പക്ഷെ അതിൻ്റെ പേരിൽ ഞാനത് ചെയ്തില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് നിരാശയോ വിഷമമോ ടെൻഷനോ വലിയ പാപമായോ എന്നുള്ള തെറ്റിദ്ധാരണയോ ഒന്നും വേണ്ട. അപ്പൊ അങ്ങനെയാണ് നമ്മളെ സഗുണത്തിൽ നിന്ന് നിർഗുണത്തിലേക്ക് ഉയർത്തുകയാണ് ഇവിടെ ഗോപികമാരെ ഭഗവാൻ അവിടേക്ക് കൊണ്ടുപോവുകയാണ്. നിങ്ങൾ എൻ്റെ ഈ സഗുണമൂർത്തിയോടുള്ള പ്രേമം വിട്ട് എൻ്റെ നിർഗുണ തത്വത്തിലേക്ക് നിങ്ങൾ മനസ്സ് തിരിക്കൂ. ഞാൻ ആരാണെന്ന് ശരിക്കും അറിയൂ. ഭഗവാൻ അർജുനനോട് ഉപദേശിക്കുമ്പോൾ അർജുനൻ അത്രയൊന്നും ആയിട്ടില്ല. അർജുനൻ ആയിട്ടില്ലാത്തതുകൊണ്ട് അർജുനനോട് പറഞ്ഞു, അർജുന, നിർഗുണമായിട്ടുള്ള തത്വത്തെ ഉപാസിക്കുന്നത് വളരെ കഷ്ടമാണ് കേട്ടോ. ക്ലേശോധികതരസ്തേഷാം അവ്യക്താസക്തചേതസാം അവ്യക്താഹിഗതിർദുഃഖം ദേഹവദ്ഭിരവാപ്യതേ. ക്ലേശഃ അധികതരഃ തേഷാം അവ്യക്താസക്തചേതസാം. അവ്യക്തത്തിൽ ആസക്തമായ ചേതസ്സോട് കൂടിയവർക്ക് അധികതര ക്ലേശമാകുന്നു. അവ്യക്താഗതിഹി ദുഃഖം ഹി. അവ്യക്തമാർഗം, നിർഗുണ നിരാകാരമായ ബ്രഹ്മത്തിന്റെ ഉപാസന,
അതിത്തിരി കഷ്ടമാണ്, ക്ലേശമാണ്. അതുകൊണ്ട് സഗുണോപാസനയാണ് നിന്നെപ്പോലെയുള്ളവർക്ക് നല്ലത്. കാരണം നിന്റെ മനസ്സിപ്പോഴും രജോ ഗുണം കൊണ്ട് നിറഞ്ഞതാണ്. രജോ ഗുണം നിറഞ്ഞിരിക്കുന്ന ഒരാൾക്ക് മനസ്സ് ആകെ അജിറ്റേറ്റഡ് ആണ്, ബഹിർമുഖമാണ്, ചലിച്ചുകൊണ്ടേയിരിക്കും. അതിനെ ഒരു കാര്യത്തിലേക്ക് ഫോക്കസ് ചെയ്യിക്കണം, ഉറപ്പിക്കണം. അതിനെന്താ നല്ലത്? രൂപമില്ലാത്ത, ഗുണമില്ലാത്ത ഒരു വസ്തുവിനെ പറഞ്ഞാൽ മനസ്സുറപ്പിക്കാൻ പറ്റുമോ? സാധ്യമല്ല. അപ്പൊ മനസ്സിന് വേണ്ടത് ഒരു ആലംബനമാണ്. ആ ആലംബനമാണ് ഭഗവാൻ പിന്നെ വിഭൂതി യോഗത്തിലൂടെയും അല്ലെങ്കിൽ വിശ്വരൂപ ദർശനത്തിലൂടെയും ഒക്കെ കാണിച്ചു കൊടുത്തത്. നീ എന്റെ ഈ വിശ്വരൂപത്തെ ധ്യാനിച്ചു, അതല്ലെങ്കിൽ എന്റെ വിഭൂതികളെ നീ ധ്യാനിച്ചു. ഈ ലോകത്തില് വളരെ വിശേഷപ്പെട്ട കുറേ വസ്തുക്കളുണ്ട്, അതൊക്കെ എന്റെ അംശം കൂടുതൽ പ്രകടമാകുന്ന വസ്തുക്കളാണ്, അതിനെയൊക്കെ നീ ധ്യാനിച്ചു എന്ന് പറഞ്ഞ് കുറേ എന്താ പറയുക, ധ്യാനിക്കാനും പൂജിക്കാനും ആലംബനമായിട്ട് കുറേ കാര്യങ്ങളെ പറഞ്ഞു കൊടുത്തു. എല്ലാം കഴിഞ്ഞ് അവസാനം പറഞ്ഞു കൊടുക്കേണ്ട സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ അഹം ത്വാ സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി മാ ശുചഃ. അത് ഗോപികമാരുടെ അവസ്ഥയിൽ എത്തുമ്പോഴേ സാധ്യമാവുള്ളൂ. ഗോപികമാര് ഈ ഒരു അവസ്ഥയിലെത്തിയവരാണ്. അതുകൊണ്ട് ഗോപികമാർക്കുള്ള ഉപദേശം വേറെ, അർജുനനുള്ള ഉപദേശം വേറെ. അർജുനൻ രജോ ഗുണസമ്പന്നനായിട്ടുള്ള അഹങ്കാരിയായിട്ടുള്ള ഒരു വ്യക്തിയാണ്, നല്ല അഭിമാനമുള്ള വ്യക്തിയാണ്. കൃഷ്ണനേക്കാൾ കേമനാണെന്നൊക്കെ പലപ്പോഴും വിചാരിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ അങ്ങേർക്കുള്ള ഉപദേശം വേറെ, ഗോപികമാർക്കുള്ള ഉപദേശം വേറെ. അപ്പൊ സമുദ്രാന്തായിവാപകാഹ, സമുദ്രത്തിൽ എത്തിച്ചേരുന്നത് വരെയാണ് നദികളുടെ പ്രവാഹം, നദികളുടെ ധർമ്മം. അത് കഴിഞ്ഞാൽ നദികൾ അവയുടെ ധർമ്മമെല്ലാം വെടിയുന്നു, എല്ലാ കർത്തവ്യങ്ങളും വെടിയുന്നു. എന്നതുപോലെ നമ്മുടെ സാധനകളുടെ എല്ലാം ലക്ഷ്യം ചിത്തവൃത്തി നിരോധ, ചിത്തശുദ്ധി, ചിത്തത്തിന്റെ നിരോധം. ഇത് സാധിച്ചാൽ നമുക്ക് ആത്മനിഷ്ഠരായിരിക്കാൻ വളരെ സുഗമമാണ്. യത്വഹം ഭവദീനാം വൈ ദൂരേ വർത്തേ പ്രിയോ ദൃശാം മനസഃ സന്നികർഷാർത്ഥം മദനുധ്യാനകാമ്യയാ. യത്വഹം ഭവദീനാം വൈ ദൂരേ വർത്തേ പ്രിയോ ദൃശാം മനസഃ സന്നികർഷാർത്ഥം മദനുധ്യാനകാമ്യയാ. യത് തൂ അഹം ഭവദീനാം വൈ ദൂരേ വർത്തേ പ്രിയോ ദൃശാം. അപ്പൊ പ്രിയ, നിങ്ങളുടെ എല്ലാം പ്രിയ അഹം, നിങ്ങൾക്കെല്ലാം പ്രിയപ്പെട്ടവനായിട്ടുള്ള ഞാൻ, ഭവദീനാം ദൃശാം ദൂരേ വർത്തേ ഇതി, നിങ്ങളുടെ ദൃഷ്ടികൾക്ക്, ദൃശാം കണ്ണുകൾക്ക്, ദൂരേ വർത്തേ, അഹം വർത്തേ, ഞാൻ വർത്തിക്കുന്നു, ദൂരത്തുനിന്ന് മാറി നിൽക്കുന്നു. ഞാൻ ദൂരെ വിദൂരത്തിൽ നിങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറി രക്ഷപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ സുഖിച്ചുകൊണ്ടിരിക്കുന്നു, ഞാൻ നിങ്ങളെ ഒഴിവാക്കിയിരിക്കുന്നു എന്നൊക്കെ നിങ്ങൾക്ക് തോന്നും, അല്ലേ? അതാണ് പ്രിയ അഹം ഭവദീനാം ദൃശാം ദൂരേ വർത്തേ ഇതി. അതെന്തിനു വേണ്ടിയിട്ടാണ്? യത്, അതെന്തിനെന്നാൽ മദനുധ്യാനകാമ്യയാ, എനിക്കൊരു കാമ്യമുണ്ട്, ഒരു കാമമുണ്ട്, ഒരു സങ്കല്പമുണ്ട്. എന്താ എന്റെ സങ്കല്പം? മദനുധ്യാനം, നിങ്ങൾ എപ്പോഴും നിരന്തരമായി എന്നെ തന്നെ ധ്യാനിക്കണം. നിങ്ങൾ എന്നെ തന്നെ ധ്യാനിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുന്നത്. എന്തിനാ? മനസഃ സന്നികർഷാർത്ഥം വൈ, മനസഃ സന്നികർഷാർത്ഥം, മനസ്സിന്റെ സന്നികർഷം. സന്നികർഷം എന്ന് പറഞ്ഞാല് ചേർച്ച, സമീപസ്ഥിതി. അപ്പൊ മനസ്സിന്റെ സമീപസ്ഥിതിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ശരീരം കൊണ്ട് നിങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുന്നത്. ശരീരം കൊണ്ട് അകന്നു നിൽക്കുമ്പോഴാണ് മനസ്സ് എന്നിൽ പ്രവേശിക്കുക. ഭഗവാന്റെ ഒരു കാരുണ്യാതിരേകമാണിവിടെ.
നിങ്ങൾ എന്നെ തന്നെ നിരന്തരം ചിന്തിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഞാൻ നിങ്ങളിൽ നിന്ന് ദൂരെ വർത്തിക്കുന്നു. നിങ്ങളുടെ മനസ്സ് എൻ്റെ അടുത്തിരിക്കണം. അതിന് അടുത്ത ശ്ലോകം കൂടി പറയുമ്പോഴാണ് ഭഗവാൻ ആ സൈക്കോളജി എത്ര നന്നായിട്ട് അവതരിപ്പിക്കുന്നു നോക്കാം. യഥാ ദൂരചരേ പ്രേഷ്ഠേ മനഃ ആവിശ്യ വർത്തത്തെ സ്ത്രീണാം ച ന തഥാ ചേതഃ സന്നികൃഷ്ടേക്ഷഗോചരേ. യഥാ ദൂരചരേ പ്രേഷ്ഠേ മന ആവിശ്യ വർത്തത്തെ സ്ത്രീണാം ച ന തഥാ ചേതഃ സന്നികൃഷ്ടേക്ഷഗോചരേ. ദൂരചരേ പ്രേഷ്ഠേ മനഃ ആവിശ്യ യഥാ വർത്തത്തെ. ദൂരചരേ പ്രേഷ്ഠേ മയി, നിങ്ങളിൽ നിന്ന് ഇപ്പൊ ദൂരെ ചരിച്ചുകൊണ്ടിരിക്കുന്നവനായിട്ടുള്ള പ്രേഷ്ഠനായ പ്രിയതമനായ എന്നിൽ മയി മനഃ ആവിശ്യ യഥാ വർത്തതെ, നിങ്ങളുടെ മനസ്സ് ഇപ്പൊ പ്രവേശിച്ച് എങ്ങനെ വർത്തിക്കുന്നുവോ തഥാ അക്ഷഗോചരേ സന്നികൃഷ്ടേ ന വർത്തതേ. തഥാ അപ്രകാരം അക്ഷഗോചരേ, ഞാൻ നിങ്ങളുടെ കണ്ണിന് മുമ്പിൽ നിങ്ങൾക്ക് ഇന്ദ്രിയങ്ങളെ കൊണ്ട് അനുഭവിക്കാനായിട്ട് ഞാൻ ഇവിടെ തന്നെ സമീപസ്ഥനായിട്ടുണ്ടെങ്കിൽ സന്നികൃഷ്ടേ, സന്നികൃഷ്ടേ സമീപമായിരിക്കുന്ന വസ്തുവിൽ സ്ത്രീണാം ചേതഃ ന വർത്തതേ, സ്ത്രീകളായിരിക്കുന്ന നിങ്ങളുടെ മനസ്സ് വർത്തിക്കുകയില്ല. ഇതൊരു സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷന്മാർക്കും ബാധകമായിട്ടുള്ള സാമാന്യ നിയമമാണ്. ഇവിടെ പ്രത്യേകിച്ച് സ്ത്രീകളായിട്ടുള്ള നിങ്ങളുടെ കാര്യമെന്ന് എടുത്തു പറഞ്ഞു എന്നേ ഉള്ളൂ. സ്ത്രീകൾക്ക് മാത്രമല്ല, ഇത് സാമാന്യ നിയമമാണ്. എന്താണ്? നമ്മുടെ മനസ്സ് പ്രത്യക്ഷ വസ്തുക്കളിൽ നിൽക്കുന്നത് വളരെ ചുരുക്ക സമയം. പ്രത്യക്ഷമാണോ അപ്പോ അതിനോട് മടുപ്പ് വരും. കുറച്ചു നേരം കഴിഞ്ഞാൽ അടുത്തതെന്താണെന്ന് നമ്മുടെ കണ്ണ് അന്വേഷിച്ചുകൊണ്ടിരിക്കും. ഇപ്പൊ ആ സ്വഭാവം കൂടി വരികയാണ് ആളുകൾക്ക്, അല്ലേ? ഒന്നിലും മനസ്സുറക്കുന്നേയില്ല. എന്ത് പ്രത്യക്ഷത്തിലുണ്ടെങ്കിലും അതൊക്കെ പോട്ടെ, ഇത് ശീലിച്ചു. അപ്പൊ പ്രത്യക്ഷമായതിൽ നമുക്ക് മനസ്സ് ഉറപ്പിക്കൽ, അടുത്ത് സമീപസ്ഥമായതിൽ നമ്മുടെ മനസ്സ് ഉറപ്പിക്കൽ വളരെ പ്രയാസമാണ്. സന്നികർഷം കൊണ്ട് അവജ്ഞ ഉണ്ടാകുന്നു, അവഗണനയുണ്ടാകുന്നു, മടുപ്പ് ഉണ്ടാകുന്നു. ഇത് മനുഷ്യ മനസ്സിന്റെ സ്വഭാവമാണ്. ഏത് വസ്തുവും നമ്മൾക്ക് കിട്ടാതിരിക്കുമ്പോൾ, ദൂരത്തിരിക്കുമ്പോൾ അത് നമ്മുടെ മനസ്സിനെ ആകർഷിച്ചു കൊണ്ടേയിരിക്കുന്നു. നമുക്കിഷ്ട വസ്തു കിട്ടാതിരിക്കുമ്പോഴാണ് അതിനെക്കുറിച്ചിട്ടുള്ള ചിന്ത, ആ വിഷയത്തെക്കുറിച്ചിട്ടുള്ള ധ്യാനം. എന്നാൽ നമ്മൾ ആഗ്രഹിച്ച വസ്തു എപ്പോൾ നമ്മുടെ സ്വാധീനത്തിൽ കരഗതമാകുന്നുവോ അതോടുകൂടി കുറച്ചു നേരമൊക്കെ അതിൻ്റെ ഫാൻസിയൊക്കെ ഉണ്ടാവും. ഞാൻ ഇത്രയൊക്കെ കഷ്ടപ്പെട്ട് നേടിയതല്ലേ എന്നുള്ള ആ ഒരു ചിന്ത കൊണ്ട് കുറച്ചു നേരമൊക്കെ അതിനെ ആസ്വദിക്കുകയോ അതിനെ തിരിച്ചും മറിച്ചും ഒക്കെ നോക്കുകയോ എല്ലാ പരീക്ഷണങ്ങളും അതിലൊക്കെ നടത്തുകയോ ചെയ്യുന്നു. അത് കഴിഞ്ഞാൽ കുറച്ചു നേരം കഴിയുമ്പോഴേക്കും മടുത്തു. അപ്പൊ പിന്നെ ചിരകാലാവുമ്പോഴോ, അതാണ് ഇന്ന് എല്ലാവർക്കും സംഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം, അല്ലേ? എല്ലാ രംഗത്തും ഇന്നത്തെ കുട്ടികൾക്ക് ഒട്ടും ഒന്നിലും മനസ്സുറപ്പിക്കാൻ പറ്റുന്നില്ല. അവരുടെ കരിയറിൽ പോലും, അവരുടെ ജോലികളിൽ പോലും ആഗ്രഹിച്ച് കൊതിച്ച് എത്രയോ എന്താ പറയുക, അതിനെക്കുറിച്ച് മനസ്സിൽ സ്വപ്നങ്ങൾ കണ്ട് നേടിയെടുത്തതായിട്ടുള്ള ഒരു ജോലി കുറച്ച് ദിവസമൊക്കെ വളരെ ഉന്മേഷത്തോടെ എന്താ പറയുക ആഘോഷമായിട്ട് അതിൽ ഇൻവോൾവ് ആയിരിക്കും. കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും പതുക്കെ അത് തൻ്റെ കസ്റ്റഡിയിലാണ്, ഇനി വേറെ ആരും അത് എന്താ പറയുക കീഴ്പ്പെടുത്തില്ല എന്നുള്ളതായിട്ട് ഉറപ്പ് കിട്ടിക്കഴിയുമ്പോൾ പിന്നെ അത് പതുക്കെ അതിനോട് അവഗണന ആരംഭിക്കുന്നു. അതിപ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരെയൊക്കെ നോക്കിയാൽ കാണാമല്ലോ. സർക്കാർ ഉദ്യോഗസ്ഥരായിട്ടുള്ളവർക്കൊന്നും
അവരെ പിരിച്ചുവിടുന്നില്ല, അവർക്ക് ശമ്പളം കിട്ടാതിരിക്കില്ല, അവർക്കൊന്നും നഷ്ടപ്പെടാനില്ല. അതുകൊണ്ട് തന്നെ അവർ ജോലി എടുത്തില്ലെങ്കിലും അവർക്കൊരു കുഴപ്പമില്ല. ജോലി എടുക്കണമെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും മേശയുടെ അടിയിൽ കൂടെയോ ഫയലിന്റെ ഇടയിൽ കൂടെയോ അല്ലെങ്കിൽ അടുത്തിരിക്കുന്ന പ്യൂണിന്റെ കയ്യിലോ അല്ലെങ്കിൽ അടുത്ത ചായക്കടക്കാരന്റെ കയ്യിലോ ആരുടെയെങ്കിലും കയ്യിൽ ഏൽപ്പിക്കണം. അതാണ് അവർക്കുള്ള പണിയെടുക്കാനുള്ള മോട്ടിവേഷൻ. മറ്റേ അവരുടെ ആ പോസ്റ്റ് പെർമനന്റ് ആണ്, എവിടെയും പോകാൻ പോകുന്നില്ല. ഇതേപോലെ തന്നെ വിവാഹ ജീവിതമായാലും എല്ലാം അങ്ങനെയായി. അതിപ്പോൾ പുരുഷന്മാരായാലും സ്ത്രീകളായാലും വ്യത്യാസമൊന്നുമില്ല, അല്ലേ? ഒരേ ആളെ തന്നെ എത്ര കാലം സഹിക്കും? അവരുടെ എല്ലാ കൊള്ളരുതായ്മകളും കാണുകയും കേൾക്കുകയും ചെയ്ത് എങ്ങനെ സഹിക്കും? അപ്പം അതുകൊണ്ട് എന്താ ചെയ്യേണ്ടത്? ബുദ്ധിമാന്മാരായിട്ടുള്ളവര് കൊള്ളരുതായ്മകൾ പുറത്ത് കാണിക്കാതിരിക്കുക, നല്ലത് മാത്രം കാണിക്കുക. സ്വന്തം ഭാര്യ തൻ്റെ കൂടെ നിരന്തരം ഉണ്ടാവണം എന്ന് കരുതുന്ന പുരുഷന്മാരുണ്ടെങ്കിൽ അവര് എന്താ പറയുക, ഭാര്യയെ സ്നേഹപ്രകടനങ്ങൾ കൊണ്ടും സഹായങ്ങൾ കൊണ്ടും അവരുടെ ആഗ്രഹം മനസ്സിലാക്കി പ്രവർത്തിക്കുന്നത് കൊണ്ടും നല്ല രീതിയിൽ കയ്യിലെടുത്ത് വെക്കുക. എപ്പോഴും ബഹുമാനങ്ങളുണ്ടാവും, സ്നേഹം ഉണ്ടാവും, ഡിപ്പെൻഡൻസി ഉണ്ടാവും. അതേപോലെ സ്ത്രീകൾ പുരുഷന്മാരോടും. ഇപ്പം അതൊക്കെ മാറി. അതിന് കാരണം എന്താ വെച്ചാൽ ഓരോരുത്തരുടെയും ആ ഒരു സ്വാതന്ത്ര്യം തന്നെയാണ്, ഡിപ്പെൻഡൻസി ഇല്ല. കുട്ടികളുടെ കാര്യം പോലും അവർക്കൊരു പ്രശ്നമല്ല. മറ്റത് കുട്ടികളുണ്ട്, 2 കുട്ടികളായി അവരെ നോക്കേണ്ടത് ആ കുട്ടികളുടെ മുഖത്ത് നോക്കുമ്പോൾ അവരെ ഉപേക്ഷിച്ച് എങ്ങനെ പോവുക എന്ന് പുരുഷനും സ്ത്രീക്കും തോന്നാം. നമ്മൾ ഭാര്യയും ഭർത്താവും പിരിഞ്ഞു കഴിഞ്ഞാൽ ഈ കുട്ടികൾ എത്ര കഷ്ടപ്പെടും. ഈ കുട്ടികളെ ഭൂമിയിലേക്ക് കൊണ്ടുവന്നത് നമ്മളാണല്ലോ. നമ്മുടെ ഉത്തരവാദിത്വമല്ലേ അവരെ വളർത്തിക്കൊണ്ടുവരേണ്ടത്, സ്വന്തം കാലിൽ നിൽക്കാറാക്കേണ്ടത്. അവര് സ്വയം പര്യാപ്തരായി അവരുടെ ജീവിതം സെറ്റിലായി കഴിഞ്ഞാൽ പിന്നെ വേണമെങ്കിൽ നമുക്ക് സ്വാതന്ത്ര്യം കാക്ഷിക്കാം. അതിന് ഉള്ള വഴിയാണ് വാനപ്രസ്ഥ സന്യാസങ്ങളൊക്കെ. അതുവരയ്ക്ക് അവർക്ക് ഇൻസെക്യൂരിറ്റി ഉണ്ട് കുട്ടികൾക്ക്. അവർ വലിയ ധർമ്മസങ്കടങ്ങളിലൂടെ കടന്നു പോവുകയാണ്. നിരന്തരം നമുക്ക് അങ്ങനെയുള്ള ന്യൂസുകൾ കാണുന്നുണ്ട്. ഇന്നലെ പിന്നെ ഞാൻ നന്നായിട്ട് കണ്ടിരുന്നു, യൂട്യൂബിലോ മറ്റേ ഫേസ്ബുക്കിലോ മറ്റേ ഒരു സ്ത്രീ ഭർത്താവിനെയും 2 കുട്ടികളെയും ഉപേക്ഷിച്ച് വേറൊരു കാമുകന്റെ കൂടെ പോയി. അവൻ അവളെ ഉപേക്ഷിച്ചു. അവള് പോകാനിടമില്ലാതെ തിരിച്ച് ഇവിടേക്ക് തന്നെ വരുന്നു. സ്വന്തം ആ ഏത് ഭർത്താവിനെയും കുട്ടികളെ ഉപേക്ഷിച്ചോ അവരുടെ അടുത്തേക്ക് തന്നെ വരുന്നു. പക്ഷെ ആ കുട്ടികൾക്ക് സഹിക്കുന്നില്ല. കുട്ടികൾ അമ്മയെ വേണ്ട എന്ന് പറയുന്ന കൊച്ചുകുട്ടികൾ, ഒരു 7 or 8 വയസ്സുള്ള ഒരു പെൺകുട്ടിയും 10 or 12 വയസ്സുള്ള ഒരു ആൺകുട്ടിയും വാതിലടയ്ക്കുന്നു. ഇങ്ങനൊരു അമ്മയെ ഞങ്ങൾക്ക് വേണ്ട എന്നുള്ളത് അച്ഛനും അച്ഛൻ്റെ വീട്ടുകാരും പഠിപ്പിച്ചു വെച്ചതും കൂടി ആയിരിക്കാം. അമ്മയോട് സ്നേഹമില്ലാത്തതുകൊണ്ടല്ല, പക്ഷെ അവർക്ക് ആ രീതിയിൽ അമ്മയെ വെറുത്തു. ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞ് കുട്ടികളെ കൈപ്പിടിക്കാനും എടുക്കാനും ഒക്കെ വരുമ്പോൾ ആട്ടി അകറ്റുന്നു. കുട്ടികൾ പോലും, ഭർത്താവും അകറ്റുന്നു. പെരുവഴിയിലായി, ആർക്കും വേണ്ടാതെയായി. ഇനി എവിടേക്ക് പോവും? ഇങ്ങനെയുള്ളവരാണ് കൂടിക്കൂടി വരുന്നത്, ആത്മഹത്യകൾ കൂടിക്കൂടി വരുന്നത്. അല്ല, തൻ്റെ പൂർവ്വ കാമുകനെ നിർബന്ധിച്ച് അയാളുടെ കൂടെ തന്നെ പോകാൻ നിന്നാലോ അയാൾ എങ്ങനെയെങ്കിലും ഒഴിവാക്കാൻ വേണ്ടി അവസാനം കൊലയിലേക്ക് നീങ്ങും. അവൻ കൊല ചെയ്യും ഏതെങ്കിലും രീതിയിൽ. ഇതാണ് ഇപ്പോൾ ലോകത്തിൽ ധാരാളമായി നടക്കുന്നത്. അപ്പൊ എന്തുകൊണ്ട് ആ സന്നികർഷം എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നതിനെ ഒരു വിലയുമില്ലാതെയാവുക നമ്മുടെ മനസ്സിന്റെ സ്വഭാവമാണിത്. ഇത് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ എന്തിനാണ് മൂല്യം കൽപ്പിക്കേണ്ടത്? നമ്മൾ കൽപ്പിക്കുന്നതാണ് മൂല്യം. ഒരു വസ്തുവിൽ നമ്മൾ കൽപ്പിക്കുന്നതാണ് മൂല്യം. അപ്പൊ എന്തിൽ മൂല്യം കൽപ്പിക്കണം എന്നുള്ളൊരു ബോധം നമുക്കുണ്ടാവണം. മൂല്യബോധം. എന്താണ് നമുക്ക് ജീവിതത്തിൽ ആവശ്യമായിട്ടുള്ളത്, നമ്മുടെ കൂടെ ശാശ്വതമായിട്ടുള്ളത്,
നമുക്ക് സെക്യൂരിറ്റി നൽകുന്നത്, നമ്മുടെ ധർമ്മം നിർവഹിക്കാൻ സഹായിക്കുന്നത്, മറ്റുള്ളവരുടെ എല്ലാം സ്നേഹവും സഹായങ്ങളും എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവണമെങ്കിൽ, ലോകം നമ്മളെ അംഗീകരിക്കണമെങ്കിൽ നമ്മൾ എങ്ങനെ പെരുമാറണം വേണ്ടേ? അതുതന്നെയാണ് ധർമ്മം എന്ന് പറയുന്നത്. ഈ ഒരു ബോധത്തോടു കൂടിയുള്ള ജീവിതമാണ് ധർമ്മം. അപ്പോൾ എന്താവും? ഈ വിചാരം ഉണ്ടെങ്കിൽ താൻ ജീവിതത്തിലേക്ക് എന്നേക്കുമായിട്ടാണ് ഈ ഭാര്യയെ സ്വീകരിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഭർത്താവിനെയും സ്വീകരിച്ചിരിക്കുന്നത്. ഞങ്ങൾ സഹയാത്രികളാണ്, യാത്രികരാണ്, ഒരേ ലക്ഷ്യത്തിലേക്കാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒന്നാണ് ലക്ഷ്യം നമ്മുടെ. ഏതാണ്? ആ ഈശ്വര സാക്ഷാത്കാരം, ബ്രഹ്മജ്ഞാന പ്രാപ്തി, ബ്രഹ്മനിഷ്ഠ. അതിലേക്ക് ഉതകുന്ന രീതിയിൽ നമ്മൾക്ക് രണ്ടുപേർക്കും ഒന്നിച്ച് സഹായിച്ചുകൊണ്ട് കൈപിടിച്ച് നടക്കാം. ഇതിന്റെ പ്രതീകാത്മകമായിട്ടാണ് ആ വിവാഹ സംസ്കാര ചടങ്ങുകളിലൊക്കെ ആ പുരുഷൻ പെണ്ണിന്റെ കാൽ വിരലുകൾ പിടിച്ചുകൊണ്ട്, വധുവിന്റെ കാൽ വിരലുകൾ പിടിച്ചുകൊണ്ട് ഉറച്ച കല്ലിന്റെ മുകളിലേക്ക് വെക്കുന്നു. അമ്മി മെതിക്കൽ, അശ്മാരോഹണം എന്ന് പറയും. അശ്മാരോഹണം, അശ്മൻ എന്നാൽ കല്ല്. കല്ലിലേക്ക്, ഏത് കല്ലിലേക്കും വെക്കാം. എളുപ്പത്തിൽ ആരോ അമ്മി കൊണ്ടുവന്ന് വെച്ചു, പിന്നീട് അത് അമ്മി തന്നെ ആയി. പാവം അമ്മി. നല്ല ഉറപ്പുള്ള ഒരു ചതുരത്തില് നല്ലൊരു ആകൃതിയിലുള്ള ഒരു കല്ല് കിട്ടിയാൽ മതി. അശ്മാരോഹണം എന്നേ ഉള്ളൂ. അത് അമ്മിയാക്കി മാറ്റി. ആരോ അമ്മി ചെയ്തു, അപ്പൊ എല്ലാവരും ട്രഡീഷണൽ ആയിട്ട് അമ്മി തന്നെ വേണം എന്നാക്കി. നല്ല ഉറപ്പുള്ള കല്ലാണ് അമ്മി. അപ്പൊ അമ്മിയുടെ പുറത്തേക്ക് കാലെടുത്ത് വെപ്പിക്കുന്നു. എന്താണ്? ഈ അമ്മിയുടെ പുറത്ത് കാല് വെച്ചാൽ ഉറപ്പുള്ള പ്രതലമാണത്. അശ്മൻ എന്ന് പറഞ്ഞാൽ കരിങ്കല്ലാണ്. കരിങ്കല്ലിലേക്ക് വെക്കുന്ന കാല് ചെളിക്കുണ്ടിൽ വെക്കുന്ന പോലെ അല്ലല്ലോ. അപ്പോൾ ശാശ്വതമായിട്ടുള്ള കാൽവെപ്പാണ്. എൻ്റെ ജീവിതത്തിലേക്കുള്ള ഉറച്ച കാൽവെപ്പാണ്. എൻ്റെ ലക്ഷ്യത്തിലേക്കുള്ള ഉറച്ച യാത്ര ആരംഭിക്കുകയാണ്. പിന്നീട് സപ്തപതി എന്ന് പറഞ്ഞ് 7 പദങ്ങൾ വെച്ച് മുന്നോട്ട് നടത്തിക്കുന്നു. ആ കാൽവിരലിൽ പിടിച്ചുകൊണ്ട് തന്നെ 7 പദങ്ങൾ മുന്നോട്ട് നടത്തിക്കും. മുകളിലുള്ള ലോകങ്ങൾ 7 നമ്മൾ ഒന്നിച്ച് യാത്ര ചെയ്യും. ഭൂർഭുവസ്വഹ ജനഹ മഹഹ തപഹ സത്യം എന്നിങ്ങനെയുള്ള 7 ഊർധ്വ ലോകങ്ങളിലേക്കും നമ്മൾ ഒന്നിച്ച് യാത്ര ചെയ്യും. നമ്മൾ ഒന്നിച്ച് പോകും. എല്ലാ ലോകങ്ങളെയും നമ്മൾ പ്രാപിക്കും. അതിൻ്റെ പ്രതീകമായിട്ടാണ് അഗ്നിയെ ചുറ്റി പ്രദക്ഷിണങ്ങൾ വെക്കുന്നതും എല്ലാം. 3 പ്രദക്ഷിണം, 3 ലോകങ്ങളെ പ്രദക്ഷിണം വെക്കുകയാണ്. 7 പ്രദക്ഷിണം വെച്ചാൽ സപ്തലോകങ്ങളെ പ്രദക്ഷിണമായി. 14 പ്രദക്ഷിണം വെച്ചാൽ 14 ലോകങ്ങളുമായി. എത്ര വേണമെങ്കിലാവാം. ഇതെല്ലാം ഓർമ്മിപ്പിച്ചുകൊണ്ട് മനസ്സിൽ ഉറപ്പിക്കണം. ഇത് ഇന്നിപ്പോൾ അതൊന്നും അറിയാതെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നു ആരൊക്കെയോ. അപ്പൊ എന്താണ് ഈ ചടങ്ങുകളിലേക്ക് തത്വം എന്നറിഞ്ഞുകൊണ്ട് നമ്മൾ ഒന്നിച്ച് ജീവിത ലക്ഷ്യത്തിലേക്കുള്ള യാത്ര ആരംഭിക്കുകയാണ്. നമ്മൾ സഹയാത്രികരാണ്, സഹധർമ്മചാരികളാണ്. ഞാൻ നിന്റെ ധർമ്മത്തെ പാലിക്കാൻ എന്നും തുണയായുണ്ടാകും, നീ എൻ്റെ ധർമ്മത്തെ പാലിക്കാൻ എന്നും തുണയായുണ്ടായിരിക്കണം എന്നുള്ള ആ ഒരു പരസ്പര ഒരു വിശ്വാസത്തോടെ, ഒരു അണ്ടർസ്റ്റാൻഡിങ്ങോടെ ജീവിതം ആരംഭിക്കുകയാണ്. അപ്പോൾ ഇന്ന് അതിൻ്റെയൊക്കെ അർത്ഥം അറിയാതെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടി വിവാഹം എന്നുള്ളതൊരു ധൂർത്തിൻ്റെ കോലാഹലമായി മാറി. എത്രയോ ദിവസങ്ങൾ മുമ്പ് എന്തൊക്കെയോ വെഡിത്തരങ്ങൾ കാട്ടിക്കൂട്ടുന്നു. അതിൽ ഓരോ ദിവസവും മത്സ്യമാംസാദികളും മദ്യവും വിളമ്പി അതിൻ്റെയൊക്കെ ശാപങ്ങൾ വലിച്ചുകെട്ടി, അല്ലേ? ഏതൊക്കെ മൃഗങ്ങളെ കൊന്നുവോ ആ മൃഗങ്ങളുടെയൊക്കെ ശാപം ഈ ദമ്പതികൾക്കാണ് ബാധിക്കുക. തിന്നേണ്ടവർ തിന്നിട്ട് പോകും. അതിൻ്റെ മുഴുവൻ ശാപം ഈ വിവാഹിതരായിട്ടുള്ള ദമ്പതികളുടെ ജീവിതത്തെയാണ് ബാധിക്കുക. ഇവർക്ക് കുട്ടികൾ ഉണ്ടാവാതിരിക്കുന്നതും, ഇവരുടെ ജീവിതത്തിൽ സംഘർഷങ്ങൾ ഉണ്ടാകുന്നതും, ഇവർ ഡൈവോഴ്സിലേക്ക് എത്തിച്ചേരുന്നതും എല്ലാം ഈ കൊള്ളരുതായ്മകൾ കൊണ്ടാണ്. ഈ മദ്യ മാംസാദികൾ
വിവാഹങ്ങളുമായിട്ട് കൂട്ടിച്ചേർത്ത് തോന്നിയവാസം കാണിച്ച് ആ മൃഗങ്ങളുടെയൊക്കെ ശാപം ഇതൊക്കെ ഈ കുട്ടികളുടെ ജീവിതത്തെ ബാധിക്കും. ഇതൊരു മംഗളകർമ്മമാണ്. കല്യാണം, മംഗളം എന്നൊക്കെ അതിന് പറഞ്ഞിരുന്നത്. അതിനെ ഏറ്റവും അമംഗളമായിട്ടുള്ള കർമ്മങ്ങളാക്കി ഇന്ന് അധപ്പതിപ്പിച്ചിട്ടുണ്ട് ഹിന്ദുക്കളുടെ ഇടയിൽ. അത് മാറ്റണം. അത് തന്നെയാണ് ഏറ്റവും വലിയ ധൂർത്തായിട്ടും മാറുന്നത്. എന്തൊക്കെ ആവശ്യമില്ലാത്ത ഭക്ഷണ പദാർത്ഥങ്ങൾ ബൊഫേ പാർട്ടി എന്നും പറഞ്ഞ് പിച്ചക്കാരെ പോലെ പാത്രം എടുത്ത് ഓരോരുത്തരും അതിൻ്റെ പുറകെ തെണ്ടിക്കൊണ്ട് നടക്കണം. എത്ര വലിയവനായാലും എത്ര പ്രായമുള്ളവരായാലും ഈ തെണ്ടികളെ പോലെ ഇങ്ങനെ പാത്രം എടുത്തിട്ട് ഓരോരുത്തൻ്റെയും മുമ്പിൽ ചെന്ന് ഇറക്കണം. അവൻ എന്തെങ്കിലും ഇട്ട് കൊടുക്കുന്നത് അത് എച്ചിലാണ്. എല്ലാവർക്കും ഇട്ട് കൊടുക്കുമ്പോൾ അവൻ്റെ ആ സ്പൂണ് കയ്യിൽ ഈ നക്കിയ പ്ലേറ്റിൽ മുട്ടിച്ചിട്ടുണ്ടാവും. അത് തന്നെ നമുക്കും മുട്ടിച്ചു തരും, അടുത്തവനും അത് തന്നെ കൊടുക്കും. ഇങ്ങനെ അല്ലെങ്കിൽ നമ്മൾ തന്നെ സ്വയമേവ എടുക്കണമെങ്കിലോ എടുക്കുന്നവർക്ക് ഒരു വിവരവും ഇല്ലാത്തത് കൊണ്ട് അവര് ഈ എച്ചിൽ കൈകൊണ്ട് തന്നെ എല്ലാം എടുക്കും. അവൻ കഴിച്ചുകൊണ്ടിരുന്ന കൈകൊണ്ട് തന്നെ ഈ സ്പൂണുകളൊക്കെ പിടിച്ച് അതുകൊണ്ട് എടുക്കും. അടുത്തവനും അവന്റെ എച്ചിൽ കൈ കൊണ്ടെടുക്കുന്നു. ഇങ്ങനെ എച്ചിലുകളുടെ കൂമ്പാരമാണ് നമ്മൾ കഴിക്കുന്നത്. ഉച്ഛിഷ്ടമാണ് നമ്മളൊക്കെ കഴിച്ചിട്ട് വരുന്നത് ഈ ബൊഫെ പാർട്ടികളിലൊക്കെ. ബൊഫെ മാത്രമല്ല, വിളമ്പുന്ന സദ്യയിലും ഇപ്പോൾ വിളമ്പാൻ അറിയാത്തത് കൊണ്ട് ഉച്ഛിഷ്ടമാണ് കഴിച്ചുകൊണ്ട് വരുന്നത്. അപ്പം അതൊക്കെ മാറണം. ഇരിക്കട്ടെ, നമ്മൾ സന്നികർഷത്തിന്റെ ആ ഒരു മനഃശാസ്ത്രത്തെക്കുറിച്ച് പറഞ്ഞു വന്നതാണ്. അപ്പൊ നമുക്ക് ജീവിതത്തിൽ നല്ല നിശ്ചയം ഉണ്ടാവണം എവിടേക്കാണ് പോകേണ്ടതെന്ന്, എന്താണ് എൻ്റെ ജീവിതത്തിൽ പ്രയോറിറ്റി കൊടുക്കേണ്ട കാര്യങ്ങളിലെന്ന്. അതില്ലാത്തവർക്ക് ഈ പറഞ്ഞ മാതിരി ഏത് കാര്യം സന്നികർഷത്തിലുണ്ടെങ്കിലും അതിനോടൊക്കെ അവജ്ഞ വരികയും തൻ്റെ കയ്യിലില്ലാത്ത കിട്ടാത്ത കാര്യങ്ങളോട് കൊതിയുണ്ടാവുകയും അതിൻ്റെ പുറകെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയും ചെയ്യും. വ്യവസായാത്മികാ ബുദ്ധി സമാധൗ ന വിധീയതേ. അല്ല, എന്താ അയാളെ കുറിച്ച് പറഞ്ഞു. ആരുടെ ബുദ്ധിയാണ് വ്യവസായാത്മികയാവാത്തത്? അവന്റെ ബുദ്ധി സമാധിയിൽ ഉറയ്ക്കുകയില്ല. അവ്യവസായിയാണ് അവൻ. അവ്യവസായിന ബുദ്ധി സമാധൗ ന വിധീയതേ എന്നർത്ഥം. അവ്യവസായി എന്ന് പറഞ്ഞാൽ നിശ്ചയമില്ലാത്തവൻ. എന്തിനെക്കുറിച്ച്? ജീവിത ലക്ഷ്യത്തെക്കുറിച്ച്. ജീവിതത്തിൽ എന്തിനാണ് താൻ പ്രയോറിറ്റി കൊടുക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ച്. അപ്പൊ അങ്ങനെ അവ്യവസായികളായിരിക്കുന്ന ആളുകൾക്ക് ഒരു കാര്യത്തിലും മനസ്സുറയ്ക്കുകയില്ല. ഈശ്വര കാര്യത്തിലും ധ്യാനാദികളിലും ആത്മസാക്ഷാത്കാരത്തിലും അവർക്ക് സാധ്യമല്ല. അവര് ലോകത്തിലെ സുഖഭോഗങ്ങളുടെ പുറകെ പാഞ്ഞു നടന്നുകൊണ്ടിരിക്കും. അപ്പോൾ അത് ഒരിക്കലും അവസാനിക്കാനും പോകുന്നില്ല. അവന്റെ മരണത്തോടുകൂടിയും അവസാനിക്കാൻ പോകുന്നില്ല. അത് തുടരും. അല്ലേ? ഒരു ബ്രേക്ക്, സീരിയല്, മെഗാ സീരിയല് ഇന്നത്തെ സമയം കഴിഞ്ഞു, അതുകൊണ്ട് കട്ടായി എന്ന് പറഞ്ഞ പോലെ ഈ സീരിയൽ തുടരും. അവൻ അടുത്ത ശരീരമെടുക്കുമ്പോൾ ഇതേ വാസനയോടുകൂടി അടുത്ത ശരീരമെടുക്കുന്നു. അവന്റെ മെഗാ സീരിയൽ പിന്നെയും തുടരുന്നു. പുനരപി ജനനം പുനരപി മരണം പുനരപി ജനനീ ജഡരേ ശയനം. ആ സംസാരം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് മനസ്സ് സന്നികൃഷ്ട വസ്തുവിൽ, അക്ഷഗോചരമായ വസ്തുവിൽ ചേതഃ ന വർത്തതേ. ഇതൊരു സ്വഭാവമാണ്, ലോക സ്വഭാവമാണ്, മനഃശാസ്ത്രമാണ്. അതുകൊണ്ട് എന്ത് വേണം? മനസ്സിനെ ഉത്കൃഷ്ടമായൊരു ലക്ഷ്യത്തിലേക്ക് ഉറപ്പിക്കണം. സന്നികൃഷ്ടങ്ങളായ വസ്തുക്കൾ വരും പോകും. അതിലല്ല നമ്മുടെ പ്രാധാന്യം. അതിൽ നമ്മൾ എത്ര തന്നെ മനസ്സുറപ്പിക്കാൻ ശ്രമിച്ചാലും കഷ്ടമാണ്. അതുകൊണ്ട് ശ്രേഷ്ഠമായൊരു വസ്തുവിനെ കണ്ടെത്തണം, അതിൽ മനസ്സുറപ്പിക്കണം. അതിന് എന്താണ് ശ്രേഷ്ഠമായിട്ടുള്ളത്? ഭഗവാൻ തന്നെയാണ് ശ്രേഷ്ഠമായിട്ടുള്ളത്. അത് അടുത്ത ശ്ലോകത്തിലും പറയുന്നു. മയ്യാവേശ്യമനകൃഷ്ണം വിമുക്താശേഷവൃത്തിയത് അനുസ്മരന്ത്യോ മാം നിത്യം അചിരാത്മാമുപൈഷ്യത. തുടർച്ചയാണ്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. നാളെ 2 നേരവും വേറെ പ്രോഗ്രാമുണ്ട്. മറ്റന്നാൾ രാവിലെ കാണാം.
അല്ല മറ്റന്നാൾ 30-ാം തീയതി രാവിലെ. ഓ കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. വളരെ പ്രധാനപ്പെട്ട ഭഗവാന്റെ സന്ദേശമാണ്, ഉപദേശമാണ്. ഗോപികമാർക്കുള്ളതല്ല, നമുക്കുള്ളതാണ്. അതുകൊണ്ടാണ് ഇത്രയും വിശദമായി ചർച്ച ചെയ്യുന്നത്. വെറും കഥയല്ല. നമുക്ക് തുടരാം. മനസ്സിരുത്തുക. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. എല്ലാവർക്കും ശുഭരാത്രി, സുഖനിദ്ര.